بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم للذين يؤلون من نسائهم تربص 4 أشهر فإن فاءوا فإن الله غفور رحيم وإن عزموا الطلاق فإن الله سميع عليم. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക കുടുംബം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ ത്വലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിലൂടെയാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ത്വലാഖിൻ്റെ വിവിധ രീതികളും അതുപോലെ തന്നെ ത്വലാഖ് ചൊല്ലപ്പെട്ട അതല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് മരണം കാരണത്താൽ വേർപിരിയേണ്ടി വന്ന വിധവകൾ, അവരുടെയൊക്കെ ഇദ്ദകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ നമ്മുടെ അവസരങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ വിഷയങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു വളരെ കൃത്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളിലൂടെയും നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് പറയുന്നത് എന്ന ഒരു ഏകദേശ ധാരണയെങ്കിലും മുസ്ലിമീങ്ങളായ നമുക്ക് ഇല്ലാതെ പോയാൽ പല വിഷയങ്ങളെ സംബന്ധിച്ചും നമ്മൾ തീരെ അജ്ഞരായി മാറുകയും ഇസ്ലാമിക ശരീഅത്തിൻ്റെ വൈവിധ്യമാർന്ന അത് പഠിപ്പിച്ചിട്ടുള്ള മേഖലകളെ പറ്റി നമ്മൾ മനസ്സിലാക്കാതെ പോവുകയും ചെയ്യും. മാത്രമല്ല, ഇസ്ലാം അതിലൂടെ സ്ത്രീ സമൂഹത്തോട് ചെയ്തിട്ടുള്ള കാരുണ്യവും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ എതിരാളികൾ നടത്തുന്ന വിമർശനങ്ങൾക്ക് കൃത്യമായി അതിൻ്റെ വസ്തുത എന്താണെന്ന് ഗ്രഹിക്കാൻ സാധിക്കായ്മയും വന്നു ചേരാൻ ഇടയുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൂടി നമ്മുടെ ശ്രദ്ധയുണ്ടാവണം എന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധമാണെങ്കിൽ പിരിഞ്ഞു പോകുവാനുള്ള വിവിധ രൂപത്തിലുള്ള അനുവാദങ്ങൾ ഇസ്ലാം അവൾക്കും നൽകിയിട്ടുണ്ട്. ആ രീതിയിൽപ്പെട്ട ഒരു പ്രത്യേകമായ രീതിയാണ് ഖുൽഉ എന്നറിയപ്പെടുന്ന രീതി. ഖുൽഉ എന്ന പ്രത്യേകമായ പേരിൽ അറിയപ്പെടുന്ന ഒരു വേർപിരിയലുണ്ട്. അതിൻ്റെ ചുരുങ്ങിയ നിലക്കതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ ഖുൽഉ എന്ന് പറഞ്ഞാൽ പ്രതിഫലം തിരിച്ചു കൊടുത്തുകൊണ്ടുള്ള അഥവാ പ്രതിഫലത്തോടു കൂടിയുള്ള വിവാഹമോചനം എന്ന് നമുക്കതിനെ പറയാം. ഒരൽപ്പം വിശദീകരിച്ച് പറയുകയാണെങ്കിൽ നമ്മളത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല. അവൾക്ക് പിരിഞ്ഞു പോകണം എന്നതാണ് അവളുടെ ആഗ്രഹം. ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പുരുഷന് ഇവളെ താല്പര്യക്കുറവിട്ടില്ലതാനും. ഇത്തരം കേസുകൾ ധാരാളം ഉണ്ടാകാം.
തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാൻ അയാൾക്ക് താല്പര്യമില്ല. എന്നാലോ ഈ സ്ത്രീക്കോ മാനസികമായി ഇയാളുമായി തീരെ പൊരുത്തപ്പെടാൻ കഴിയുന്നുമില്ല. ഇത്തരം ഘട്ടങ്ങളിൽ ഒരു മാർഗം വേണമല്ലോ. കാരുണ്യത്തിൻ്റെ മതമായ ഇസ്ലാം അതിനൊരു മാർഗം നിശ്ചയിക്കണമല്ലോ. വൺ വേ മാത്രമല്ലല്ലോ ഇസ്ലാമിലെ നിയമങ്ങൾ. ഇപ്പോൾ ഒരു ഭർത്താവിന് ഭാര്യയുടെ കൂടെ തീരെ ഒത്തുപോകാൻ കഴിയുന്നില്ല. ഭാര്യക്കാണെങ്കിൽ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, ഇയാളുടെ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഭർത്താവിനൊരു ത്വലാഖ് ചൊല്ലാനുള്ള അവസരം ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. തിരിച്ചു ഒരു ചോദ്യം ഉണ്ടാവുമല്ലോ. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷന്റെ കൂടെ മുന്നോട്ട് പോകാൻ തീരെ താല്പര്യമില്ല. അയാൾക്കാണെങ്കിൽ ഇവളുടെ കൂടെ ജീവിക്കുന്നതിന് യാതൊരു തകരാറും ഇല്ലതാണ്. ഇത്തരം ഘട്ടങ്ങളിൽ ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇസ്ലാം പറയുന്നു, ഭർത്താവിൽ നിന്ന് ആ സ്ത്രീ കരസ്ഥമാക്കിയ മഹർ അഥവാ വിവാഹമൂല്യം തിരിച്ചു കൊടുത്തുകൊണ്ട് എന്നെ നിങ്ങൾ ഒഴിവാക്കിത്തരണം എന്ന് വിവാഹമോചനം ആവശ്യപ്പെടുന്നതിനാണ് ഖുൽഉ എന്ന് പറയുന്നത്. മറ്റേതും ഇരു തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു പുരുഷൻ ഒരു പെണ്ണിനെ ത്വലാഖ് ചൊല്ലുമ്പോൾ മഹർ തിരിച്ചു വാങ്ങാൻ പാടില്ല. ഇത് ഈ കേസിൽ അങ്ങനെയല്ല. ഈ കേസിൽ ഈ സ്ത്രീ എന്ത് ചെയ്യാണ്? ഇതാ, നിങ്ങൾ എനിക്ക് തന്ന മഹറൊക്കെ ഞാൻ തിരിച്ചു തരാം, മഹർ തിരിച്ചു നൽകിക്കൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് ഒഴിവാക്കി തന്നാൽ മതി എന്ന് ത്വലാഖ് ഒരു സ്ത്രീ മഹർ തിരിച്ചു കൊടുത്തുകൊണ്ട് പ്രതിഫലം നൽകിക്കൊണ്ട് ത്വലാഖ് ആവശ്യപ്പെടുന്ന സമ്പ്രദായത്തിനും രീതിക്കുമാണ് ഖുൽഉ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 229 ആയത്തിൽ അല്ലാഹു തആല ഈ കാര്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. വലാ യഹില്ലു ലക്കും അൻ തഅഖുദൂ മിമ്മാ ആതൈതുമൂഹുന്ന ശൈആ ഇല്ലാ അൻ യഖാഫാ അല്ലാ യുഖീമാ ഹുദൂദല്ലാഹ് فإن خفتم ألا يقيما حدود الله فلا جناح عليهما فيما افتدت به تلك حدود الله فلا تعتدوها ومن يتعد حدود الله فأولئك هم الظالمون. അള്ളാഹു പറയാണ് അൽ ബഖറ 229 ആയത്തിൽ, വലാ യഹില്ലു ലക്കും, പുരുഷന്മാരോട് പറയാണ് നിങ്ങൾക്ക് അനുവദനീയമല്ല, അൻ തഅഖുദൂ മിമ്മാ ആതൈതുമൂഹുന്ന ശൈഅൻ, നിങ്ങൾ ആ സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള മഹറിൽ നിന്ന് യാതൊന്നും തിരിച്ചു മേടിക്കാൻ പാടുള്ളതല്ല. അത് അതിൻ്റെ പൊതു നിയമമാണ്. ഒരാൾ ഒരു സ്ത്രീയെ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ അവൾക്ക് എത്ര വലിയ കൂമ്പാരം മഹർ കൊടുത്തിട്ടുണ്ട് മുമ്പെങ്കിലും ഒന്നും തിരിച്ച് ആവശ്യപ്പെടാനോ വാങ്ങാനോ പാടില്ല. അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല. അള്ളാഹുവിൻ്റെ അതിർത്തികളെ നിങ്ങൾ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നില്ല, അള്ളാഹുവിൻ്റെ അതിർത്തി ലംഘിക്കപ്പെടുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടാലൊഴികെ എന്ന് പറഞ്ഞാൽ ഇത്തരം കേസുകളിൽ ഫൈൻ ഖിഫ്തും അല്ലാ യുഖീമാ ഹുദൂദല്ലാഹ്, അള്ളാഹു നിശ്ചയിച്ച അതിരുകളെ നിലനിർത്തുവാൻ സാധിക്കില്ലെന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ, അഥവാ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടാകുമ്പോൾ ഫലാ ജുനാഹ അലൈഹിമാ ഫീമാ ഇഫ്തദത് ബിഹി, അത്തരം ഘട്ടങ്ങളിൽ അവൾക്ക് ആ മഹർ മോചനമൂല്യമായി നൽകി അവരിൽ നിന്ന്, ആ പുരുഷനിൽ നിന്ന് ഒഴിവാകുന്നതിന് കുറ്റമില്ല. ഫിദിയ കൊടുക്കുന്നത് പോലെ, പ്രായശ്ചിത്തം കൊടുത്ത് ഒഴിവാകുന്നത് പോലെ കിട്ടിയ മഹർ അങ്ങോട്ട് തിരിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് തിൽക ഹുദൂദുല്ലാഹ്, ഇതൊക്കെ അള്ളാഹ് നിശ്ചയിക്കുന്ന പരിധികളും അതിർത്തികളുമാണ്. ഫലാ തഅതദൂഹ, അതിനെ ഭേദിച്ച് കടക്കരുത്, അതിര് കവിയരുത്, അതിർത്തി ഭേദിച്ച് മുന്നോട്ട് പോകരുത്. വമൻ യതഅദ്ദ ഹുദൂദല്ലാഹ്, അല്ലാഹു തആല പറയാണ്, അള്ളാഹു നിശ്ചയിച്ച നിയമപരിധികളെ ആര് ലംഘിക്കുന്നുവോ ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവർ തന്നെയാണ് അക്രമകാരികൾ എന്ന് അതിനെ സംബന്ധിച്ച് അള്ളാഹു മുന്നറിയിപ്പ് നൽകണം. അപ്പൊ ഇത്തരം കേസുകളിൽ എന്ത് ചെയ്യാം? സാധാരണഗതിയിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ത്വലാഖ് ചൊല്ലുമ്പോൾ ഒരു കാരണവശാലും അവൾക്ക് നൽകിയ മഹറിൽ നിന്ന് അല്പം പോലും തിരിച്ചാവശ്യപ്പെടാനോ സ്വീകരിക്കാനോ പാടില്ല. അതിൽ നിന്ന് ഒഴിവാണ് ഈ നിയമം. ഇവിടെ പെണ്ണിനാണ് ആവശ്യം. എന്ത്? ഒഴിഞ്ഞു പോകണം, പിരിഞ്ഞു പോകണം, എനിക്ക് നിങ്ങളുടെ കൂടെ പൊറുക്കാനാവില്ല എന്ന് ത്വലാഖ് അങ്ങോട്ട് ആവശ്യപ്പെടുന്നത് ആരാണ്? സ്ത്രീയാണ്. അതുകൊണ്ട് ഈ കേസിൽ എന്താണ്? അവൾക്ക് വിവാഹമോചനം നിങ്ങൾക്ക് തിരികെ തരാനും അത് നിങ്ങൾക്ക് സ്വീകരിക്കാനും യാതൊരു തകരാറും ഇല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ വിഷയത്തെ സംബന്ധിച്ച് തന്നെയും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെങ്കിലല്ലാതെ ഒരു സ്ത്രീയും ഇത് ചെയ്യാൻ പാടില്ല.
ഒരു സ്ത്രീയും ഒരു പുരുഷനോട് ത്വലാഖ് ആവശ്യപ്പെടാൻ പാടില്ല. വളരെ സൂക്ഷിക്കേണ്ട വിഷയമാണ്. അകാരണമായി അഥവാ വളരെ കുടുങ്ങിയാലല്ലാതെ, അനിവാര്യ ഘട്ടത്തിലല്ലാതെ ഒരു സ്ത്രീയും ഒരു പുരുഷനോട് നിങ്ങൾ എന്നെ ഒഴിവാക്കി തന്നാൽ മതി, ഞാൻ നിങ്ങളോട് ത്വലാഖ് ആവശ്യപ്പെടാണ് എന്ന് പറയാൻ പാടുള്ളതല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുമംറഅത്തിൻ സഅലത് സൗജഹ ത്വലാഖ ഫീ ഗൈരി ബഅസിൻ ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന. ഏതെങ്കിലും ഒരു സ്ത്രീ സഅലത് സൗജഹ, തന്റെ ഭർത്താവിനോട് അവൾ ആവശ്യപ്പെടുന്നതായാൽ അത്വലാഖ, ത്വലാഖിനെ, ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് ത്വലാഖ് ആവശ്യപ്പെട്ടാൽ ഫീ ഗൈരി ബഅസിൻ, ഒരു കാരണവും കൂടാതെ, കാരണമില്ലാതെ, അനിവാര്യമായ സാഹചര്യമില്ലാതെ ഏതെങ്കിലും ഒരു സ്ത്രീ തന്റെ ഭർത്താവിനോട് നിങ്ങൾ എന്നെ ഒഴിവാക്കി തന്നാൽ മതി എന്ന് ചോദിക്കുന്നതായാൽ ഫഹറാമുൻ അലൈഹാ, അത്തരക്കാരിയായ പെണ്ണിന് ഹറാമാണ്. റായിഹത്തുൽ ജന്ന, സ്വർഗം ഹറാമാണെന്ന് മാത്രമല്ല സ്വർഗത്തിന്റെ പരിമളം പോലും ആ പെണ്ണിന് നിഷിദ്ധമാണ്. സ്വർഗത്തിൽ പോകില്ല എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ വാസന കാതങ്ങളോളം അടിച്ചു വീശുന്ന സുഗന്ധമാണ് സ്വർഗത്തിനുള്ളത്. സ്വർഗം ഒരു ഭാഗത്താണെങ്കിൽ അതിൻ്റെ എത്രയോ കിലോമീറ്ററുകൾ ദൂരെ, എത്രയോ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം അടിച്ചു വീശുമത്രേ സ്വർഗീയമായ സുഗന്ധം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതിൻ്റെ 4 അയലത്തേക്ക് അടുപ്പിക്കൂല പെണ്ണിനെ എന്നാ പറയുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത് ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്ന, സ്വർഗത്തിന്റെ പരിമളം അവൾക്ക് നിഷിദ്ധമാണ്. അനിസ്ലാമികമായ വേഷധാരിണികളായ സ്ത്രീകൾക്കുള്ളതുപോലെ അനിസ്ലാമികമായ വേഷം ധരിച്ച സ്ത്രീകളെ സംബന്ധിച്ചും ഹദീസിൽ വന്നത് അവൾ സ്വർഗത്തിന്റെ സുഗന്ധം പോലും അനുഭവിക്കാൻ അർഹയല്ല എന്നാണ്. അതേപോലെയാണ് ഇവിടെയും പറയുന്നത്, എൻ്റെ ഭർത്താവിനോട് അനിവാര്യമായ ഘട്ടവും കാരണവുമൊന്നുമില്ലാതെ ത്വലാഖ് ആവശ്യപ്പെടുന്ന ഏതെങ്കിലും പെണ്ണുണ്ടെങ്കിൽ ആ പെണ്ണ് സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ അവൾ യോഗ്യയല്ല. അത്ര ഗുരുതരമായ പാപമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഗതിയെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതിനു മാത്രം കാരണമെങ്കിൽ അല്ലാതെ ഒരു പെണ്ണും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു ഘട്ടം വന്നാൽ അതിന് ഇസ്ലാമിലൊരു നിയമം വേണമല്ലോ. അതുകൊണ്ടാണ് ഈ നിയമം അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്. ഈ രൂപത്തിലുള്ള ഒരു പ്രവൃത്തി, ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായത് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയിൽ എന്നുള്ള റിപ്പോർട്ടിൽ കാണാം, സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചുകൊണ്ട് ഒരിക്കൽ പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സാബിത്ത് ബിൻ ഖൈസ് മാ അഅ്തിബു അലൈഹി ഫീ ഖുലുഖിൻ വലാ ദീനിൻ, എൻ്റെ ഭർത്താവായ സാബിത്ത് ബിൻ ഖൈസ് മാ അഅ്തിബു അലൈഹി, ചില റിപ്പോർട്ടിൽ കാണാം മാ അഈബു അലൈഹി, ഞാൻ അദ്ദേഹത്തിന്റെ പേരിൽ ആക്ഷേപിച്ചു പറയുന്നില്ല, കുറ്റപ്പെടുത്തി പറയുന്നില്ല, ഫീ ഖുലുഖിൻ വലാ ദീൻ, അദ്ദേഹത്തിന്റെ സ്വഭാവമോ അദ്ദേഹത്തിന്റെ ദീനോ എനിക്കൊന്നും ആക്ഷേപിച്ചു പറയാനില്ല. അങ്ങനത്തെ ഒരു സ്വഭാവ ദൂഷ്യോ അല്ലെങ്കിൽ ദീനിയായിട്ടുള്ള ഏതെങ്കിലും ഒരു തകരാറൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ എന്തോ എന്നറിയില്ല, വലാകിന്നി അക്റഹുൽ കുഫ്റ ഫിൽ ഇസ്ലാം, എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ജീവിച്ചാൽ ഇസ്ലാമിൽ ഞാൻ കുഫർ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിനൊരു തകരാറില്ല. പക്ഷെ എൻ്റെ ജീവിതവും അദ്ദേഹത്തോട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹത്തോടുള്ള കടമ എൻ്റെ ഭാഗത്ത് നിന്ന് നിർവഹിക്കാൻ കഴിയായ്മ നിമിത്തം ഞാൻ നരകത്ത് പോകുമെന്ന് ഞാൻ പേടിക്കുകയാണ്. അതാണ് പ്രശ്നം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ഇവർ പറയുന്ന കാരണം എന്താ? ഭർത്താവിനോട് അങ്ങട്ട് വെറുപ്പാണ്, ഭർത്താവിനോട് അനുസരണക്കേട് വന്നു പോകും, അദ്ദേഹത്തിന് ഞാൻ ചെയ്തു കൊടുക്കേണ്ടുന്ന റൈറ്റ്, അദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾ, അതൊക്കെ എൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച വരും. എന്താ എന്ന് എനിക്കറിയുന്നില്ല. ഇങ്ങനെ ഞാൻ മുന്നോട്ട് പോയിട്ട് എന്താണ് കാര്യം? ഒത്തുപോകുന്നില്ല നബിയെ, ഞാൻ എന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അതറുദ്ദീന അലൈഹി ഹദീഖതഹു, അദ്ദേഹം നിനക്ക് ഒരു വലിയ തോട്ടം, ഒരു മുന്തിയ തോട്ടം മഹറായിട്ട് തന്നിട്ടുണ്ടല്ലോ, അത് തിരിച്ചു കൊടുക്കാൻ നീ റെഡിയാണോ? കാലത്ത് അവർ പറഞ്ഞു, നഅം, ഞാനത് തിരിച്ചു കൊടുക്കാം. അപ്പൊ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇഖ്ബലിൽ ഹദീഖ, ആ തോട്ടം സ്വീകരിച്ചേക്ക്, വതല്ലിഖ്ഹാ തത്ലീഖ, അവളെ മൊഴി ചൊല്ലിയേക്ക്. ആ തോട്ടം നീ സ്വീകരിച്ചുകൊണ്ട് അവളെ മൊഴി ചൊല്ലിയേക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാണ്. ഇത് നബി തങ്ങളുടെ കാലത്ത് നടന്ന ഒരു സംഭവമാണ്. ഇതാണ് ഖുൽഇന്റെ രീതി. മഹറായി തന്നത് എത്ര വലിയതാണെങ്കിലും തിരിച്ചു കൊടുത്തുകൊണ്ട് ഒഴിവാക്കി തരാൻ ആവശ്യപ്പെടുകയാണ്. അത് ആ സ്ത്രീയെ സഹാബ വനിതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ അള്ളാഹുവിന് അറിയാലോ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത് മനസ്സിലായി. അതുകൊണ്ടാണ് ആ ചോദ്യവും അവരുടെ ആ മറുപടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം ആ രീതിയിൽ തന്നെ പരിഹരിച്ചു കൊടുത്തതും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഇനി പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ കുറേ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചിടുന്നുണ്ട്. അങ്ങനെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഖുൽഇന് തൻ്റെ ഭർത്താവിന് മഹർ തിരിച്ചു നൽകിക്കൊണ്ട് നിങ്ങളിൽ നിന്ന് ഒഴിവാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയാനുള്ള കാരണങ്ങളിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു സ്ത്രീ തൻ്റെ ഭർത്താവുമായിട്ട് തീരെ ഒത്തുപോകാത്ത നിലക്ക് അദ്ദേഹത്തിനുള്ള സ്വഭാവ ദൂഷ്യങ്ങളാണ്. വ്യഭിചാരം, മദ്യപാനം, അതുപോലെ തന്നെ നിസ്കരിക്കൂല, അതുപോലെ ജമാഅത്തിൽ പങ്കെടുക്കുകയില്ല, റമദാനിൽ അകാരണമായി നോമ്പൊഴിവാക്കും, എല്ലാ രൂപത്തിലുള്ള വൃത്തികെട്ട സ്വഭാവങ്ങളുമുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു സ്ത്രീ അനുഭവിക്കുകയാണെങ്കിൽ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവകാശപ്പെടാൻ, നിങ്ങളിൽ നിന്ന് ഒഴിവാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, നിങ്ങളെനിക്ക് ത്വലാഖ് തരണം എന്ന് ആവശ്യപ്പെടാൻ അവൾക്ക് അർഹതയുണ്ട് എന്ന് കൃത്യമായി തന്നെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തൊരു കാരണം പറഞ്ഞത്, അയാളുടെ ശാരീരികമായ നിലക്കുള്ള വൈകല്യങ്ങൾ അവർക്കൊരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല. ശാരീരികമായി വൈരൂപ്യങ്ങളുണ്ട്, അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള അവയവങ്ങൾക്ക്, കണ്ണ്, പഞ്ചേന്ദ്രിയങ്ങൾ, ഇവയുടെ കാര്യങ്ങളിലൊക്കെ പ്രവർത്തനരഹിതമാണ്, അതല്ലെങ്കിൽ അവരുടെ ലൈംഗിക ശേഷിയില്ല, ആ നിലക്കുള്ള ഒരു ജീവിതം അവർ തമ്മിൽ നടക്കുന്നില്ല. ഈ രൂപത്തിലൊക്കെയുള്ള ശേഷിക്കുറവ്, മറ്റുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ത്വലാഖ് ആവശ്യപ്പെടുന്നതിൽ തെറ്റില്ലാത്ത ഇസ്ലാം പറഞ്ഞിട്ടുള്ള കാരണങ്ങളാണ്. അതുപോലെ തന്നെ അവൾക്ക് നൽകേണ്ടുന്ന അവകാശങ്ങൾ നൽകാത്ത ഒരു ഭർത്താവാണ്. ഉദാഹരണം, നഫഖത്ത് അഥവാ ചെലവിന് നൽകണമല്ലോ, വസ്ത്രം നൽകണമല്ലോ, പ്രാഥമികമായ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കണമല്ലോ. ഇദ്ദേഹത്തിനാണെങ്കിൽ കഴിവുമുണ്ട്, പാപ്പറായതുകൊണ്ടോ ദരിദ്രനായതുകൊണ്ടോ ഒന്നുമല്ല, ഭാര്യയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. ഈ രൂപത്തിലൊക്കെയുള്ള കാരണങ്ങളാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൾക്ക് അയാളിൽ നിന്ന് ത്വലാഖ് ആവശ്യപ്പെടുവാൻ അനുവാദം നൽകുന്നു. അപ്പൊ സഹോദരന്മാരെ, അതുപോലെ തന്നെ നീതി പുലർത്തുന്നില്ല. ഇപ്പൊ ഇസ്ലാം പറഞ്ഞല്ലോ, ഒന്നിലേറെ ഭാര്യമാരുള്ള ഒരു ഭർത്താവാണെങ്കിൽ നീതി പുലർത്തണം. തന്നോട് നീതി പുലർത്തുന്നില്ല എന്ന് കൃത്യമായ നിലക്ക് തെളിവുകളുടെ വെളിച്ചത്തിൽ ഒരു സ്ത്രീക്ക് പരാതിപ്പെടാവുന്നതാണ്. ആ രൂപത്തിൽ അത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ അവൾക്ക് തൻ്റെ ഭർത്താവിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ, ത്വലാഖ് മഹർ തിരിച്ചു കൊടുത്തുകൊണ്ട് ഒഴിഞ്ഞു പോകുവാൻ അവകാശമുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ്? ഇതൊക്കെ ഒരു സ്ത്രീയോടുള്ള കാരുണ്യം, ആ സ്ത്രീക്ക് കൊടുക്കുന്ന അവകാശങ്ങളാണ്. ഭർത്താവിന് ഇഷ്ടമല്ലെങ്കിൽ മാത്രം ത്വലാഖ് ചൊല്ലാൻ അവകാശം. പെണ്ണിന് ഭർത്താവിനോട് ഇഷ്ടമല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കഴിച്ചുകൂട്ടിക്കൊള്ളണം എന്നാണ് ഇസ്ലാമിൻ്റെ നിയമമെന്ന് വന്നാൽ ഇസ്ലാം വിരുദ്ധ ലോബികൾക്കും വിമർശകന്മാർക്കും പറഞ്ഞു നടക്കാം, കണ്ടോ ഇതൊരു പുരുഷന്മാരുടെ ദീനാണ് ഇസ്ലാം. കാരണം അവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാൻ, വേണ്ടെങ്കിൽ ഒഴിവാക്കാൻ ഇഷ്ടം പോലെ നിയമങ്ങൾ. ഒരു പെണ്ണിന് തൻ്റെ ഭർത്താവുമായി പൊരുത്തപ്പെട്ടു പോകാൻ തീരെ മാനസികമായി കഴിയില്ലെങ്കിൽ ക്ഷമിച്ച് സഹിച്ച് അങ്ങനെ തന്നെ കഴിഞ്ഞോളണം എന്ന് അടിച്ചേൽപ്പിക്കുന്ന നിയമമാണ് ഇസ്ലാമിൽ എന്ന് വിമർശകന്മാർക്ക് പറയാമായിരുന്നു. പക്ഷേ പഴുതില്ല. എന്താ കാരണം? ഇവിടെ സ്ത്രീക്കാണ് അവകാശം വെച്ചു കൊടുത്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കാരണങ്ങളാൽ മുന്നോട്ട് പോകാനാവില്ലേ? നിനക്ക് നിന്റെ ഭർത്താവ് നൽകിയ മഹർ തിരിച്ചു നൽകിക്കൊണ്ട് ആ രൂപത്തിലുള്ള വിവാഹ ജീവിതം അവസാനിപ്പിക്കുവാൻ ആവശ്യപ്പെടാൻ അവകാശമുണ്ട് എന്ന് ഇസ്ലാം അവൾക്ക് അനുവാദം കൊടുത്തിരിക്കുകയാണ്. ഇതാണ് ഖുൽഅ് എന്നറിയപ്പെടുന്ന രീതി. ഇതിപ്പോൾ ആർത്തവ ഘട്ടത്തിലും നടക്കാം. ഖുൽഅ് ആർത്തവ ഘട്ടത്തിലും നടക്കാം. ത്വലാഖ് ഒരു പെണ്ണ് ആർത്തവ ഘട്ടത്തിലായിരിക്കെ ഒരു പുരുഷൻ ഒരു ഭാര്യയെ ത്വലാഖ് ചൊല്ലാൻ പാടില്ല. അതേ അവസരത്തിൽ ഇത് പെണ്ണ് അങ്ങോട്ട് ആവശ്യപ്പെടല്ലേ? അതുകൊണ്ട് ഇത് ആർത്തവ ഘട്ടത്തിലാവാം, ആർത്തവം കഴിഞ്ഞ് ശുദ്ധിയായ ശേഷം ലൈംഗിക ബന്ധം നടന്നതിൻ്റെ ശേഷവും ആവാം. ത്വലാഖിന് അതും പാടില്ല. കുളിച്ച് ശുദ്ധിയായി ആ ശുദ്ധി കാലഘട്ടത്തിൽ ശാരീരിക ബന്ധം നടക്കാതെ വേണം പുരുഷൻ ത്വലാഖ് ചെല്ലുമ്പോൾ.
ഇവിടെ അതല്ല, ഇവിടെ പെണ്ണ് അങ്ങോട്ട് ആവശ്യപ്പെട്ട് തലാക്ക് വാങ്ങാണ്. അതുകൊണ്ട് അത് ആർത്തവ ഘട്ടത്തിലും ആവാം, ആർത്തവം കഴിഞ്ഞ് കുളിച്ച് ശുദ്ധിയായി ലൈംഗിക ബന്ധം നടന്നതിൻ്റെ ശേഷമാണെങ്കിലും ആവാം, വിരോധമില്ല. ഇതിൻ്റെ ഇദ്ദാകാലത്തെ സംബന്ധിച്ചു പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഒരു സ്ത്രീ തൊലാക്ക് ആവശ്യപ്പെട്ട് അവളെ പുരുഷൻ തൊലാക്ക് ചൊല്ലിയാൽ അതിന് മറ്റു വിവാഹത്തിൻ്റെ പോലെ തന്നെ 3 ശുദ്ധികാലമാണോ ഇദ്ദ, അതോ ഒരു ശുദ്ധികാലമാണോ? പ്രബലമായ അഭിപ്രായം ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞത് ഒരാർത്തവമുണ്ടായി ശുദ്ധിയാവുന്നത് വരെ മതി. 3 മാസം വേണ്ട ഇതിന്. ഒരാർത്തവമുണ്ടായി ശുദ്ധിയാകുന്ന കാലഘട്ടം മാത്രമേ അവൾ ഇദ്ദയായി കാത്തിരിക്കേണ്ടതുള്ളൂ. അത് കഴിഞ്ഞാൽ അവൾക്ക് മറ്റൊരു വിവാഹത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇവിടെയൊക്കെ ഇസ്ലാം പിന്നെയും പഴുത് നിശ്ചയിക്കുകയാണ്. നന്നാവാനും ഒന്നാവാനും ഇനിയും ചാൻസ് ഉണ്ട്. ഇപ്പൊ ഹുൽഅ് നടന്നു കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഒരു പെണ്ണ് അങ്ങനെ തൊലാക്ക് വാങ്ങി, അങ്ങനെ അവൾ ഇദ്ദയുടെ സമയത്താണ്, 1 മാസക്കാലം ഒരു ആർത്തവം കഴിഞ്ഞ് ശുദ്ധിയാകുന്ന ആ ഒരു ഇടവേളയുടെ കാലത്ത് ഒരു ഭാര്യയ്ക്ക് തോന്നുകയാണ്, ഞാൻ ഇയാളെ ഒഴിവാക്കേണ്ടിയിരുന്നില്ല, ഞാൻ ഇയാളോട് തൊലാക്ക് ആവശ്യപ്പെടേണ്ടിയിരുന്നില്ല. അവൾക്ക് മാനസാന്തരം വരികയാണ്. എങ്കിൽ ആ ഇദ്ദയുടെ കാലഘട്ടത്തിൽ എന്ത് ചെയ്യാം? ഒരു വിവാഹമില്ലാതെ തന്നെ മടക്കിയെടുക്കാം. ഞങ്ങളോട് അങ്ങനെ പറഞ്ഞ് ഇപ്പം എനിക്കങ്ങനെ തോന്നുന്നില്ല, നമുക്ക് മുന്നോട്ട് പോകാം എന്നാണെങ്കിലോ ഇസ്ലാം പറയുന്നു അവർ തന്നെ ജീവിക്കട്ടെ. അതേ അവസരത്തിൽ ആ ഇദ്ദയുടെ കാലം കഴിഞ്ഞാലോ, ഇദ്ദയുടെ കാലം കഴിഞ്ഞാൽ പുതിയ വിവാഹത്തിലൂടെയും വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് തന്നെ ഒന്നാവുകയും ചെയ്യാം. ഇദ്ദക്കിടയിലാകുമ്പോൾ പുതിയ വിവാഹം വേണ്ട, നമ്മൾ ഒന്നായി എന്ന് പറഞ്ഞ് ആ ജീവിതം തുടർന്നാൽ മതി. ഇദ്ദ കഴിഞ്ഞാലോ പിന്നെ മഹർ നൽകണം, വലിയ വേണം, സാക്ഷി വേണം, ഇതിൻ്റെ എല്ലാ ചട്ടവട്ടങ്ങളും ആവശ്യമാണ്. അപ്പം ഇതാണ് ഹുൽഉമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങൾ. ഇനി ഇതോടനുബന്ധമായ മറ്റൊരു നിയമമാണ് ഫസ്ഖ് എന്ന് പറയുന്നത്. പത്രങ്ങളിലൊക്കെ കാണാം ഫസ്ഖ് എന്നാ കൊടുക്കുക. ഫസ്ഖ് നമ്മളാരും പറയരുത്, നമ്മൾ ഫസ്ഖ് എന്നേ പറയാവൂ. ഹ ആണ്, ഹിന്റെ മീതെ പുള്ളിയിട്ട ഹ, അതാണ് ഫസ്ഖ്. ഫസ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുർബലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ സ്ത്രീക്ക് തൊലാക്ക് ആവശ്യമാണ്, ഭർത്താവ് ശടിച്ച് നിൽക്കുകയാണ്, തൊലാക്ക് കൊടുക്കൂല. കൊന്നാ ഞാൻ നിന്നെ ഒഴിവാക്കൂല, എന്നെ ഒപ്പം പാർപ്പിക്കൂല, ഞാൻ നിന്നിട്ട് ഒന്നിച്ച് ജീവിക്കൂല എന്നങ്ങനെ പറഞ്ഞാൽ ഈ പെണ്ണിനൊരു ഒഴിവാകാനൊരു ചാൻസ് വേണ്ടേ? കണ്ടോ, ഇസ്ലാം പെണ്ണിനോട് ക്രൂരത കാണിച്ച മതാട്ടോ, മനസ്സിലാക്കണം. വിമർശകന്മാരെപ്പോഴും പറയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ പെണ്ണിനെങ്ങനെ എട്ടങ്ങേറാക്കി പീഡിപ്പിച്ച് കഷ്ടപ്പെടുത്തി ഒരു പുരുഷ മേലാളത്വമുള്ള, പുരുഷ മേധാവിത്വമുള്ള മതമാണ് എന്നൊക്കെയാണ് പറയാ. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെയും പെണ്ണിന് റൈറ്റ് കൊടുക്കുകയാണ്. എന്താണ്? പുരുഷൻ കൊന്നാ ഞാൻ തലാക്കേലൂല എന്ന് പറയുന്നത്. എന്താ പിന്നെ പിരിഞ്ഞു പോണ്ടേ ഈ പെണ്ണിന്? ആ സമയത്താണ് അത്തരം ഘട്ടങ്ങളിൽ ഖാദിയുടെ അനുവാദത്തോടെ ഖാദിയുടെ മുമ്പിൽ വെച്ച് സ്ത്രീക്ക് ഞാൻ ഈ കരാർ റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറയാ. ആ സ്ത്രീയുടെ സാന്നിധ്യത്തിൽ ഖാദിക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ രണ്ടാളും തമ്മിൽ വേർപിരിച്ചിരിക്കുന്നു എന്ന് പുരുഷൻ തലാക്ക് പറയാതെ തന്നെ അവരുടെ വിവാഹത്തെ എന്ത് ചെയ്യാണ്? റദ്ദ് ചെയ്യാണ്, ക്യാൻസൽ ചെയ്യാണ്. അതാണ് ഫസ്ഖ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഫസ്ഖ് സാധാരണയായിട്ട് ഉണ്ടാകാറുള്ളത് ഭർത്താവ് പോയിട്ട് ഒരുപാട് കാലമായി, യാതൊരു വിവരമില്ല, കൊല്ലങ്ങളോളമായി ഒരു വിളിയില്ല, തെളിയില്ല, ഒരു ചെലവിന് കൊടുക്കുന്നില്ല, യാതൊരു ബന്ധങ്ങളുമില്ല, ഇയാളെ എവിടെയെന്ന് തന്നെ അറിയില്ല. അവസാനം പെണ്ണുങ്ങൾ പത്രത്തിൽ ഫസ്ഖ് പരസ്യം എന്ന് പറഞ്ഞിട്ട് കൊടുക്കല. ഞാനും ടിയാനുമായിട്ട് ഇത്രയും കാലമായിട്ട് ഒരുപാട് കാലമായി യാതൊരു ബന്ധവുമില്ല, അതുകൊണ്ട് ഇത്രാം തീയതിക്കകം അദ്ദേഹം ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ കരാർ, ഈ വിവാഹം, ഞങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം വേർപ്പെടുത്തിയതായി ഞാൻ ഫസ്ഖ് ചൊല്ലിയതായി ഞാൻ അറിയിക്കുന്നു. ആർക്കാ റൈറ്റ് അത് പറയാൻ? പെണ്ണിന്. അടിയിൽ പെണ്ണ ഉപ്പിട. അതാണ് ഫസ്ഖ്, ദുർബലപ്പെടുത്തുക. ഉള്ള ബന്ധാണ്ട് ദുർബലപ്പെടുത്തുകയാണ്. ഭർത്താവിൻ്റെ യാതൊരു വിവരമില്ലാത്ത ഘട്ടത്തിൽ മാത്രമല്ല, അല്ലാത്ത സമയത്തും ഒരു പുരുഷൻ ശടിച്ച് നിൽക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അത് ഖാദിക്ക് റൈറ്റ് ഉണ്ട്. ഒരു പെണ്ണ് ഇഷ്ടമല്ലാത്തൊരു വിവാഹം നടന്നത് വിചാരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് നോക്കൂ നിങ്ങൾ, സ്ത്രീക്കുള്ള സ്വാതന്ത്ര്യമാണ് ഇസ്ലാം പറയുന്നത്. അവൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഒരു പെണ്ണിനെ നിർബന്ധിപ്പിച്ച് രക്ഷാധികാരി കണ്ട പുതിയാപ്പിളക്കാൻ കെട്ടിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, അവൾക്കും അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ വാചകം ആരും ഇക്കാലത്ത് ദുർവ്യാഖ്യാനിക്കാൻ പാടില്ല. പെണ്ണിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിങ്ങനെ ഒളിച്ചോടി പോകുന്ന കാര്യമല്ല ഈ പറയുന്നത്. ഇസ്ലാം പറയുന്നത് ഒരു രക്ഷിതാവ് എന്തായിരുന്നാലും നമ്മൾ മനസ്സിലാക്കണം, ഒരു രക്ഷിതാവ് ഇത്രയും കാലം വളർത്തി ഉണ്ടാക്കിയ ഒരു ഉമ്മയും ഒരു ബാപ്പയും തൻ്റെ മകൾക്ക് ഒരു വരനെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ചിന്തിച്ചും ആലോചിച്ചും തന്നെയാണ് ഇടപെടുക. എന്നാൽ
അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ അവരുടെ ഉമ്മയും ഉപ്പയും പറയുന്ന ബന്ധത്തിന് തന്നെയാണ് 99% നിന്ന് കൊടുക്കേണ്ടത്. അതിൽ യാതൊരു സംശയവും അത് ആവർത്തിച്ച് പറയാണ്. തന്നെ വളർത്തിയുണ്ടാക്കിയ മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് കണ്ടവന്റെ പിന്നാലെ ഇറങ്ങിപ്പോകുന്നവളല്ല ഒരു മുസ്ലിം പെൺകുട്ടി. മറിച്ച് ആരായിരിക്കണം അവൾ? എൻ്റെ ബാപ്പയും എൻ്റെ ഉമ്മയും എൻ്റെ നന്മയെ ഉദ്ദേശിക്കുകയുള്ളൂ. ഇത്രയും കാലം എന്നെ തീറ്റിപ്പോറ്റി വളർത്തി എനിക്കാവശ്യമുള്ളതെല്ലാം നൽകി എന്നെ വരിലാളിച്ച് വളർത്തിയുണ്ടാക്കിയ എൻ്റെ പൊന്നുപ്പയും എൻ്റെ പൊന്നുമ്മയും എൻ്റെ ബന്ധുക്കളും കാണുന്ന ബന്ധം തന്നെയായിരിക്കും എനിക്ക് ഗുണകരം എന്ന് ചിന്തിക്കാൻ പക്വമതിയായ വിവേകിയായ ഒരു പെൺകുട്ടിക്ക് സാധിക്കണം. അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ ഒരു കാര്യത്തിലും ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പഴുത് നൽകുന്നുണ്ട്. ഇങ്ങനെയും സംഭവിക്കാലോ. എങ്ങനെ? ഈ പെൺകുട്ടിയെ ഭർത്താവ് അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹത്തിന് ഇസ്ലാമികമായി യാതൊരു നിലക്കും ആലോചിച്ചാൽ ഈ കുട്ടിക്കത് യോജിക്കാൻ കഴിയുന്നില്ല. ആ രൂപത്തിലുള്ള ഒരു ബന്ധത്തെയാണ് ബാപ്പയും ഉമ്മയും നിർബന്ധിക്കുന്നതെങ്കിലോ അത്തരം ഘട്ടങ്ങളിൽ അവൾക്ക് ആ ബന്ധം ക്യാൻസൽ ചെയ്യാൻ ഇസ്ലാം സ്വാതന്ത്ര്യം നൽകുന്നു. അവിടെയാണ് ഇസ്ലാമിന്റെ പവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഖൻസാ റളിയല്ലാഹു അൻഹ എന്ന സഹാബ വനിത കംപ്ലൈന്റുമായിട്ട് എത്തുകയാണ്. ഖൻസാ റളിയല്ലാഹു അൻഹ, എന്താ അവരെ പ്രശ്നം? അന്ന അബാഹാ സവ്വജഹ, തന്റെ ബാപ്പ തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. വഹിയ കാരിഹ, ഇഷ്ടമില്ലാത്തൊരു ബന്ധം പിടിച്ച് കെട്ടിച്ചു കൊടുത്തതാണ്. തീരെ താല്പര്യമില്ല, ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ എനിക്ക് അയാളുടെ കൂടെ കഴിയില്ല. അങ്ങനത്തെ ഒന്നിനാണ് എൻ്റെ പിതാവ് എന്നെ നിർബന്ധിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ കംപ്ലൈന്റ് എത്തി, പരാതി എത്തി. ഫറദ്ദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിക്കാഹഹാ, അവളുടെ നിക്കാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടിട്ട് ക്യാൻസൽ ചെയ്തു. കേട്ടോ, വിവാഹം റദ്ദ് ചെയ്തു. ഇതുപോലെ തന്നെ വേറെ ഈ സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവരിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. കന്യകയായ ഒരു പെൺകുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, അവരുടെ പിതാവ് അവളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ഇഷ്ടമില്ലാത്ത ഒരു പുരുഷനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഫഖയ്യറഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ആ പെൺകുട്ടിക്ക് ഖിയാർ കൊടുത്തു, ഇഖ്തിയാറിന് സ്വാതന്ത്ര്യം കൊടുത്തു. എന്ന് പറഞ്ഞാൽ എന്താ? തെരഞ്ഞെടുത്തോളൂ, നിങ്ങൾക്ക് വേണ്ടേ ആലോചിച്ചോളൂ, ഈ ബന്ധം വേണ്ടേ എന്ന ഒഴിവാക്കുക. അല്ല, തുടർന്ന് പോകുകയാണോ? എന്നാൽ അതാ നല്ലേ. തുടർന്ന് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ തുടർന്നോളൂ. ഇല്ലേ, നിർബന്ധിക്കൂല. നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണോ? എന്നാൽ ക്യാൻസൽ ചെയ്യാം. തീരുമാനം നിനക്കാണ്, തീരുമാനാധികാരം നിനക്കാണ് എന്ന് ആ പെൺകുട്ടിയോട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ മനസ്സൊന്നും മറന്നു പോകരുത് സഹോദരങ്ങളെ. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്തുകൊണ്ട് മനസ്സിലാക്കണമെന്ന് ആവർത്തിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്താണ്? ഇത്രത്തോളം ക്രൂരത പെണ്ണിനോട് കാണിച്ചൊരു മതം വേറെ എല്ലാമാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രത്തോളം ഒരു നിയമം എവിടെയാ കാണാൻ സാധിക്കുക? സ്ത്രീക്ക് ഇത്രത്തോളം സ്ഥാനം നൽകിയ, തീരുമാനിക്കാനുള്ള അധികാരം നൽകുന്ന, സ്വാതന്ത്ര്യം നൽകുന്ന, അവളെ ആദരിക്കുന്ന ഒരു തത്വസംഹിത, ഒരു ശരീഅത്ത് അള്ളാഹുവിൻ്റെ കുറ്റമറ്റ ദീനല്ലാത്ത എവിടെയും കാണാൻ നമുക്ക് സാധ്യമല്ല. അപ്പൊ ഇതാണ് ഇപ്പൊ രണ്ടാമത്തെ രീതി. ഇപ്പൊ നമ്മൾ ഖുൽഉ പറഞ്ഞു, ഫസ്ഖ് പറഞ്ഞു. ഇനി സഹോദരന്മാരെ, മറ്റൊരു രീതിയുണ്ട്. ഈലാ എന്നാണ് അതിന് പറയാ. ഈലാ, നമ്മളിതൊക്കെ ചിലപ്പോൾ ആദ്യം കേൾക്കും. എന്നാലോ നമ്മളിങ്ങനെ പറയും ചെയ്യും, ഞാൻ ഖുർആൻ ഒരുപാട് ഖത്തം തീർത്തു. നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മളെ സ്വഭാവമാണ്. ഞാൻ ഖുർആൻ ഞാൻ ഒരുപാട് ഖത്തം തീർത്തിട്ടുണ്ട്. റമദാനൊക്കെ ഞാൻ 3 ഖത്തം തീർത്ത്, 1.5 തീർത്ത് എന്നൊക്കെ പറയും. എത്ര തീർത്തിട്ട് എന്താ? ഇതുവരെ ഈല എന്താന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഓതിപ്പോകുമല്ലോ നമ്മളിങ്ങനെ ഓതിപ്പോകും. ഖുർആനിൽ ഇങ്ങനെ ഓതിപ്പോകും. എന്ത്? ലില്ലദീന യുഅ്ലൂന മിൻ നിസാഇഹിം തറബ്ബുസു 4 അശ്ഹുരിൻ فإن فاءوا فإن الله غفور رحيم وإن عزموا الطلاق فإن الله سميع عليم. അൽ-ബഖറ 227 ആയത്ത്. ഇനി ആയത്തോതുമ്പോൾ ഇപ്പം എനിക്കും പിടുത്തം കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാവണം. അങ്ങനെ ഖുർആൻ പഠിക്കൽ, ഖുർആനിലുള്ള ഒരായത്തും ലോകത്തും നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. അപ്പൊ ഇത്തരം ആയത്തുകളൊക്കെ വരുമ്പോ എന്താണാവോ, ആരിക്കാന്നാവോ? ഇങ്ങനെയല്ല നമ്മളെ കാര്യം പറയണത്. നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഈലാ എന്ന് പറഞ്ഞ? ഈലാ അതാ യുഅ്ലൂന എന്ന് പറഞ്ഞത് സത്യം ചെയ്ത് അകന്നാണ് നിൽക്കുകയാണ്.
ഭർത്താവ് ഭാര്യയുടെ കാര്യത്തിൽ സത്യം ചെയ്തിട്ട് മാറി നിൽക്കുകയാണ്. അതെന്താ പറഞ്ഞുതരാം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അനിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടായി, അങ്ങനെ അവർ തമ്മിൽ തെറ്റി, നന്നൽക്ക് മുന്നോട്ട് പോകരുത്, അങ്ങനെ എന്തോ പറഞ്ഞ് തമ്മിൽ തെറ്റി അങ്ങനെ രൂക്ഷമായപ്പോൾ ഈ ഭർത്താവ് പറയണേ, ഇനി നീയുമായിട്ട് ഞാൻ ശാരീരികമായിട്ട് നിന്നെ ഞാൻ തൊടൂല, ഇനി ഞാൻ തൊടുന്നയില്ലാന്ന് സത്യമാണ് ചെയ്താണ് പറഞ്ഞു. ഇനി ഞാൻ നീയുമായിട്ട് തലാഖൊന്നും ചൊല്ലിയിട്ടില്ല, ഇനി ഞാൻ നിന്നെ തൊടുന്നെ ചെയ്യൂല എന്നും പറഞ്ഞ് ശാരീരികമായിട്ട് നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്തിട്ടാണ് മാറി നിൽക്കുക. അങ്ങനെ ഒരു പതിവ് പണ്ട് അറബികളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, പരിശുദ്ധ ഖുർആൻ വരുന്ന കാലഘട്ടത്തിൽ. ഇത് ചിലപ്പോൾ ഒരു നിശ്ചിത കാലം വെക്കും, ചിലപ്പോൾ അനിശ്ചിത കാലത്തേക്കാണ്ട് പറയും. പെണ്ണിനെ കഷ്ടപ്പെടുത്തണമല്ലേ, തലാഖോട്ട് കൊടുത്തിട്ടില്ല, എന്നാൽ അവൻ്റെ ഭാര്യയാണോ? പേരിന് ഭാര്യയാണ്. എന്നാൽ അവർ തമ്മിൽ എന്തെങ്കിലും ശാരീരികമായ ബന്ധമുണ്ടോ? ഇല്ലതാനും. എത്ര കാലം? എത്രയും കാലം അങ്ങനെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ വാശി പിടിച്ച് നിൽക്കുകയാണ്. ഇങ്ങനെ സത്യം ചെയ്തിട്ട് തൻ്റെ ഭാര്യയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സമ്പ്രദായം അറബികളുടെ കാലഘട്ടത്തിൽ അന്ന് ഉണ്ടായിരുന്നു. അതിനാണ് ഈല എന്ന് പറയുന്നത്. ഇത് കേവലം വിവാഹമോചനായിട്ട് കണക്കാക്കപ്പെടൂല. എന്നാ പിന്നെ പെണ്ണിനാണ്ട് ഒഴിഞ്ഞു പോകാലോ, അവൾ രക്ഷപ്പെട്ടു എന്നറിയാം, എന്നാ വേറെ വിവാഹമൊക്കെ എന്നാ അതുമില്ല, തൊലാക്കാവോ? തൊലാക്കൊട്ടാവൂല്ല. ഇത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമവും ഉപദ്രവമൊക്കെ വരുത്തുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. അതുകൊണ്ട് ഇസ്ലാം ഇതിന് പരിധി നിശ്ചയിച്ചു. അങ്ങനെ ഇനി ആണുങ്ങളോട് പറയും, നിങ്ങൾ അങ്ങനെയാണ് പറഞ്ഞ് അവളെ കഷ്ടപ്പെടുത്താൻ നോക്കണ്ട. അങ്ങനെ ഇനി വല്ലവരും പറയുന്ന പക്ഷം ഇസ്ലാം പറയണ 4 മാസം വരെ ഞങ്ങൾ നോക്കുമെന്ന് അള്ളാഹ് പറയണം. 4 മാസം വരെ റൈറ്റ് ഉണ്ട്. ഒരുത്തം പറഞ്ഞങ്ങനെ വാശി പിടിച്ച് നിൽക്കുകയാണ് എങ്കിൽ എത്ര മാസം വരെ അവൻ ആ ശബദത്തിൽ തുടരാം? മാക്സിമം 4 മാസം. 4 മാസം. അതുവരെ അവൻ്റെ മേൽ നിയമ നടപടിയൊന്നും എടുക്കാൻ പറ്റൂല. 4 മാസം തികഞ്ഞാലോ അല്ലെങ്കിൽ അതിൻ്റെ മുമ്പ് തന്നെയോ അയാൾ ആ ശബദത്തിൽ നിന്നും മടങ്ങി പിൻവാങ്ങിയെങ്കിൽ വളരെ നല്ലത്. അങ്ങനെയാണ് അയാൾ ചെയ്യേണ്ടത്. അള്ളാഹു അവന് പുറത്തു കൊടുത്തേക്കും. ഇനി 4 മാസം തികയുമ്പോഴോ രണ്ടിലൊരു കാര്യം അനിവാര്യമായി തീരും. എന്താ രണ്ടിലൊരു കാര്യം? ഒന്നുകിൽ അവൻ ചെയ്ത സത്യം പിൻവലിച്ച് ഭാര്യയുമായി ശാരീരിക ബന്ധം പുനരാരംഭിക്കണം, അല്ലാത്ത പക്ഷം അവളെ വിവാഹമോചനം ചെയ്ത് വിട്ടയക്കണം. അങ്ങനെ വിവാഹമോചനം ചെയ്യാൻ തക്ക കാരണമുണ്ടോ ഇല്ലേ എന്നൊക്കെ ആർക്കറിയാം? അള്ളാഹുവിനറിയാം. അതുകൊണ്ട് അത് സൂക്ഷിച്ചു വേണ്ട കാര്യവുമാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലില്ലദീന യുഅ്ലൂന മിൻ നിസാഇഹിം, തങ്ങളുടെ ഭാര്യമാരെ സമീപിക്കുകയില്ലെന്ന് സത്യം ചെയ്ത് പറയുന്ന പുരുഷന്മാർക്കുണ്ട് തറബ്ബുസു അർബഅതി അശ്ഹുരിൻ, 4 മാസത്തെ കാത്തിരിപ്പിന് അവകാശമുണ്ട്. അങ്ങനെ പറഞ്ഞാൽ മാക്സിമം 4 മാസം വരെ അവർക്കതിന് അനുവാദമുണ്ട്. ഫഇൻ ഫാഊ, ഇനി അവരാ സത്യത്തിൽ നിന്ന് മടങ്ങിയാൽ, ഞാനത് അങ്ങനെ അപ്പോഴത്തെ ബുദ്ധിമോശം കൊണ്ടാണ് പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് 4 മാസമായി അല്ലെങ്കിൽ 4 മാസത്തിൻ്റെ മുമ്പന്നെ അവൻ ആ ശബദത്തിൽ നിന്ന് ആ സത്യത്തിൽ നിന്ന് പിൻവലിഞ്ഞാൽ ഫഇൻ അല്ലാഹ ഗഫൂറുർ റഹീം, അള്ളാഹു പൊറുക്കും. മനുഷ്യരല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കാലോ. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. മനുഷ്യന്മാർ വല്ലതും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി ശിക്ഷിക്കാനായിട്ടിരിക്കണ റബ്ബല്ല. അങ്ങനെയൊക്കെ മനുഷ്യനിൽ നിന്ന് വരാലോ, സംഭവിക്കാലോ. റബ്ബ് പുറത്തു കൊടുക്കും. എന്നാൽ ത്വലാഖാണ് അവർ തീരുമാനിക്കുന്നതെങ്കിലോ ഫഇന്നല്ലാഹ സമീഉൻ അലീം, നിശ്ചയം അല്ലാഹ് എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും തന്നെ. എന്തിനാ ത്വലാഖ് ചൊല്ലിയത് എന്ന് അള്ളാഹ്ക്ക് അറിയാം. ത്വലാഖ് ചൊല്ലാൻ കാരണം ഉണ്ടായിട്ട് തന്നെയാണോ ചൊല്ലിയത്, അതോ വെറും വാശി തീർക്കലായിരുന്നോ? അതൊക്കെ റബ്ബിനറിയാം. സമീഉം അലീമുമായ റബ്ബാണ് പരലോകത്ത് നിന്നെ കാത്തിരിക്കുന്നത് ഇടപെടാൻ എന്ന താക്കീതും കൂടി ആ വിഷയത്തിൽ നടത്തുകയാണ്. അപ്പോൾ ഇവിടെ ഇസ്ലാം എന്ത് ചെയ്യാണ്? ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രത്യേകമായൊരു കാരുണ്യം അല്ലാഹു തആല കൊടുത്തു. 4 മാസത്തിലപ്പുറം പാടില്ല. അതിലപ്പുറം പോയാൽ അത് അയാളുടെ മേൽ നിയമ നടപടികൾക്ക് വിധേയമാകേണ്ടി വരും. മാത്രമല്ല ഇങ്ങനെ ഇയാൾ സത്യത്തിൽ നിന്ന് പിൻവലിഞ്ഞാലോ വെറുതെ വിടണമെന്നില്ല ഇസ്ലാം. അങ്ങനെ എന്നാൽ പിന്നെ എല്ലാവർക്കും കുഞ്ഞിപ്പോൾ ഇതിങ്ങനെ ചെയ്യാലോ. എന്ത് സത്യം ചെയ്യുക, ഒരു 4 മാസം ആണിൻ്റെ ഉമ്മയുടെ ഒഴിവാകുക, അങ്ങനെയുണ്ട് ആണുങ്ങൾ അങ്ങനെയുണ്ട് ചെയ്യണ്ട. അല്ലാഹു തആല പറയാണ്, അങ്ങനെയുണ്ട് ഒരാൾ ശബദത്തിൽ നിന്ന് മടങ്ങുകയാണ് വേണ്ടതെന്ന് പറഞ്ഞല്ലോ. എന്നാലും ശബദ ലംഘനത്തിന് അഥവാ സത്യം പിൻവലിച്ചതിന് അയാൾ എന്ത് കൊടുക്കണം? കഫാറത്ത് കൊടുക്കണം. അപ്പം പിന്നെ ആണുങ്ങൾക്കൊരു പേടി ഉണ്ടാവും. എന്താ, ഇങ്ങനെ തോന്നിയതുപോലെ ഇങ്ങനെ ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഒരാൾ സത്യം ചെയ്താൽ
ആ സത്യത്തിൽ നിന്ന് പിൻവലിയുമ്പോൾ എന്ത് വേണം? ഒരു കാര്യം ചെയ്യൂലാനും ചെയ്യുന്നോ സത്യം ചെയ്ത് പറഞ്ഞിട്ട് പിന്നെ ആ സത്യത്തിൽ നിന്ന് ഒരാളിങ്ങനെ പിൻവലിയുമ്പോൾ അതിന് ഇസ്ലാമിൽ എന്ത് നിശ്ചയിച്ചിട്ടുണ്ട്? പ്രായശ്ചിത്തം നിശ്ചയിച്ചിട്ടുണ്ട്. സത്യം എന്ന് പറയുന്നത് വെറുതെ അങ്ങനെ തൊള്ളേണ്ട ഇങ്ങനെ വല്ലാഹി വല്ലാഹി വെറുതെ ഒരു ലൈസൻസ് ഇല്ലാതെ പറയേണ്ട സംഗതിയല്ല. അങ്ങനെ ഒരാൾ സത്യം ചെയ്തിട്ടൊരു കാര്യം പറഞ്ഞിട്ട് അത് പിന്നെ അയാൾക്ക് പാലിക്കാൻ കഴിയാതെ അയാൾ പിൻവലിയുകയാണെങ്കിൽ അതിനുള്ള കഫാറത്ത് ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഇയാൾ കൊടുക്കും വേണം. അതും ഖുർആൻ പറഞ്ഞു. സൂറത്തുൽ മായിദ 92-ാമത്തെ ആയത്തിൽ പറഞ്ഞു സത്യലംഘനത്തിനുള്ള പ്രായശ്ചിത്തം എന്താ? ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ അയ്മാനികും ولكن يؤاخذكم بما عقدتم الأيمان فكفارته إطعام 10 مساكين من أوسط ما تطعمون أهليكم أو كسوتهم أو تحرير رقبة فمن لم يجد فصيام 3 أيام ذلك كفارة أيمانكم إذا حلفتم واحفظوا أيمانكم كذلك يبين الله لكم آياته لعلكم تشكرون. സൂറത്തുൽ മാഇദ 92. നമ്മൾ ഓതിപ്പോണ ആയത്തുകളാണ്. നമ്മളവിടെ എത്തി അങ്ങനെ കണ്ണുമ്പലാണ് അല്ലേ? ഒന്നും മനസ്സിലായില്ല, എന്താ പറയണത് ഒന്നും മനസ്സിലായില്ല, എന്തൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്നല്ലാതെ. ലാ യുആഖിദുകുമുല്ലാഹ്, അല്ലാഹു തആല പറയാണ് ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ അയ്മാനികും, നിങ്ങളുടെ വാക്കുകളിൽ മനസ്സിൽ തട്ടാതെ വെറുതെ നാവിൽ ചിലപ്പോഴൊക്കെ ഇങ്ങോട്ട് വന്നു പോകുന്ന സത്യത്തിന്റെ പേരിൽ അള്ളാഹ് നിങ്ങളെ പിടിച്ച് ശിക്ഷിക്കൂല. അങ്ങനെ ഉണ്ടല്ലോ, ഒന്നും ഓർത്തതല്ല, പെട്ടെന്ന് എന്തോ വാക്യം വന്നു പോയതാണ്. മനസ്സ് തട്ടാതൊക്കെ എന്തോ ഒരു സത്യത്തിന്റെ വാചകം വന്നു. അള്ളാഹ് ഇങ്ങനെ നിങ്ങൾ സത്യം ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് ഇങ്ങനെ കാത്തിരിക്കല്ല, പിടിച്ച് ശിക്ഷിക്കാൻ. അള്ളാഹ് കാരുണ്യവാനാണ്. അള്ളാഹു പറയണേ എടാ മനസ്സിലൊന്നും തട്ടാതെ എന്തോ കാരണവശാൽ ഒരു സത്യത്തിന്റെ വേർഡ് വന്നുപോയി, അതിന്റെ പേരിൽ അള്ളാഹു നിങ്ങളെ എന്ത് ചെയ്യുകയില്ല? പിടികൂടുകയില്ല, ശിക്ഷിക്കുകയില്ല. എന്നാൽ നിങ്ങൾ ഓർക്കണം, സത്യം കളിക്കാനുള്ളതല്ല. വലാകിൻ യുആഖിദുകും, എങ്കിലും അവൻ നിങ്ങളെ പിടികൂടും, ശിക്ഷിക്കും. എപ്പോൾ? ബിമാ അഖത്തുമുൽ അയ്മാന, മനസ്സറിഞ്ഞ് സത്യം ചെയ്താൽ. മനസ്സറിഞ്ഞ് നിങ്ങളൊരു തീരുമാനം ഉറപ്പിച്ചെടുത്താൽ പിന്നെ അത് കളിയല്ല, അത് വകുപ്പ് വേറെയാണ്. ഫകഫാറത്തുഹു, അങ്ങനെ അതിൽ നിന്ന് പിന്നെ നിങ്ങൾ പിന്മാറുമ്പോൾ അതിനുള്ള പ്രായശ്ചിത്തം ഇത്ആമു 10 മസാകീന, 10 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. അത് ഭക്ഷണം കൊടുക്കുമ്പോൾ എങ്ങനെയാ? എത്ര അതിൻ്റെ അളവും തോതൊക്കെ? മിൻ ഔസതി മാ തുത്ഇമൂന അഹ്ലീക്കും, നിങ്ങളെ പുരക്കാർക്ക് നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഫുഡ് ഏതാണോ അതേപോലത്തെ ഫുഡ് കൊടുക്കണം. ഇതിപ്പോൾ കഫാറത്തിൻ്റെ ഫുഡല്ലേ, ഇത് റേഷനരി കൊടുക്കുക. മറ്റൊരു നല്ല ബസ്മതി നല്ല റൈസിൻ്റെ ബിരിയാണിയാണ്, അത് പറ്റൂല. നിങ്ങളെന്താ കഴിക്കൽ? നിങ്ങൾ സാധാരണ ഒന്നുമില്ലാത്ത ആളാണോ? കഞ്ഞിയും ചമ്പന്തിയാ, എന്നാ കഞ്ഞിയും ചമ്പന്തിയും കൊടുത്തോളൂ. അതല്ല, ഏതാ നിങ്ങളുടെ നല്ല, നിങ്ങളുടെ കണ്ടോ മിൻ ഔസതി മാ തുത്ഇമൂന അഹ്ലീക്കും, നമ്മളെ കുടുംബത്തിന് ഏതായാലും കൊടുക്കുമ്പോൾ നല്ലല്ലേ കൊടുക്കുള്ളൂ, അതേ പുറത്തും കൊടുക്കേണ്ടത്. അങ്ങനെ ഉണ്ട്. നമ്മൾ സദക്ക കൊടുക്കുമ്പോൾ ആർക്കും വേണ്ടാത്ത കൊടുക്കുക, അല്ല ചാരിറ്റി ബോക്സ് ഉണ്ട്, അതിലെന്താ നമുക്ക് വേണ്ടാത്ത തുണിയുപ്പായോ? അങ്ങനെയാണല്ലോ അല്ലേ, നമുക്ക് വേണ്ടാത്ത തുണിയുപ്പായല്ലോ ചാരിറ്റി ബോക്സിലിടുക. നമുക്കൊരാൾ തന്നാലോ കണ്ണ് ഇമ്മിറ്റൽ വിഷമത്തോടു കൂടി അല്ലാതെ നമ്മൾ ചിലപ്പോൾ കോടാ വിടുന്നു പറയും, എന്താ എൻ്റെ പഴയത് എടുക്കാനുള്ളതാ ഞാൻ എന്ന് ചോദിക്കും. നമ്മളത് തിരിച്ചു കൊടുക്കുമ്പോഴോ നമ്മൾ നോക്കണില്ല. എന്നാൽ അതും ആവശ്യമുള്ള ആളുകളുണ്ട്, അതുകൊണ്ട് ഇനി നാളെ ഇത് കേട്ടിട്ട് ആരും ചാരിറ്റിയിൽ കിട്ടുന്നത് നിർത്തല്ലേ, അതാവശ്യമുള്ളൂ, അതെങ്കിലും കൊടുക്കിൻ, അതെങ്കിലും നമ്മൾ കൊടുക്കുക. നല്ലത് കൊടുക്കൂലെങ്കിൽ ഇതും ആവശ്യക്കാർ ലോകത്ത് ഒരുപാടുണ്ട്, അതുകൊണ്ട് അവർക്ക് അതെങ്കിലും കിട്ടട്ടെ. എന്നാൽ അതൊന്നുമല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മ തുഹിബ്ബൂന, നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്നതിൽ നിന്ന് സദക്ക ചെയ്യുവോളം ചെലവഴിക്കോളം നിങ്ങൾക്ക് പുണ്യം കരസ്ഥാക്കാൻ കഴിയൂല എന്നാണ്. അതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം. നമുക്കൊരാൾ പഴകേര് തന്നാൽ എന്തായിരിക്കും നമ്മുടെ മനോഭാവം എന്നൊക്കെ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അതൊക്കെ വളരെ പ്രസക്തമായ ചോദ്യമാണ്, ആലോചിക്കേണ്ട കാര്യമാണ്. എന്നാൽ നടക്കുന്നതെങ്കിലും നടന്നോട്ടെ, അത് നിർത്തിവെക്കരുത് എന്നുകൂടി സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ശരി, ഇവിടെ അല്ലാഹു തആല പറയാണ് നിങ്ങൾ കൊടുക്കേണ്ട റിസ്ക് ഭക്ഷണം ഏതാണ്? നിങ്ങളുടെ കുടുംബത്തിന് കൊടുക്കുന്നൊരു മീഡിയം സൈസ് ഭക്ഷണം നിങ്ങൾ കൊടുക്കണം 10 ആൾക്ക്. ഔ കിസ്വത്തുഹും, അല്ലെങ്കിൽ ഡ്രസ്സ് കൊടുക്കണം. ഒന്നുകിൽ ഭക്ഷണം, ഇല്ലെങ്കിൽ 10 ആൾക്കുള്ള തുണിപ്പായ ഉണ്ടാക്കി കൊടുക്കണം, ഡ്രസ്സ് കൊടുക്കണം. കണ്ടോ എന്തിനാണെന്നറിയോ? എന്തിനാപ്പത്? സത്യം ചെയ്തതാണ്, ഞാൻ എൻ്റെ അടുത്തേക്ക് വരൂല. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അവന് തോന്നി അത് വേണ്ടിയിരുന്നില്ല, അങ്ങനെ സത്യത്തിൽ നിന്ന് പിന്മാറി. അങ്ങനെ തോന്നിയാസം കളിക്കാനുള്ളതല്ലത്. അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്യണം, ഇത് പിന്മാറിയാൽ പിന്നെ അങ്ങനെ ചെയ്യണം. മര്യാദക്ക് നിന്നോ, ഈ പണിക്ക് പോകണ്ട. ഇസ്ലാം പറയണം. ഇപ്പോൾ പെണ്ണിനോട് വലിയ ദ്രോഹമാണല്ലേ, ചിന്തിക്കണം, ഓരോ പോയിന്റിലും നിങ്ങൾ ചിന്തിക്കണം, പഠിച്ചു വെക്കണം. ഇസ്ലാം പറയണ് അങ്ങനെ ചെയ്താൽ പിന്നെ നീ ഇങ്ങനെ ചെയ്തോളണം. ഔ കിസ്വത്തുഹും,
ഔ കിസ്വത്തുഹും, അല്ലെങ്കിൽ അവർക്ക് ഡ്രസ്സ് കൊടുക്കണം. ഇനി അതല്ലെങ്കിൽ ഔ തഹരീറു റഖബ, ഒരടിമയെ മോചിപ്പിക്കണം. അന്നത് വലിയ ചിലവുള്ള സംഗതിയാണ്. ഇന്നിപ്പോൾ അടിമ മോചനം എന്ന് പറയുന്ന സംഗതി ഇല്ല. നമുക്ക് നീ പറഞ്ഞതൊക്കെയാണ് വരിക. ഇനി ഇതൊന്നും കഴിയില്ലേ, ഫമല്ലം യജിദ്, ഒരാൾക്ക് അതിനൊന്നും സാധ്യമല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ചെയ്യണം. ഫസിയാമു സലാസത്തി അയ്യാം, 3 ദിവസം നോമ്പ് എടുക്കണം. 3 ദിവസത്തെ നോമ്പ്, 3 ദിവസത്തെ നോമ്പ് ഒരു പ്രയാസം തന്നെയാണ്. തിങ്കൾ നോൽക്കാൻ തന്നെ നമുക്ക് പ്രയാസമാണ്. അപ്പം 3 ദിവസം ആകുമ്പോൾ തരക്കെടില്ല, നല്ല രൂപത്തിലുള്ള നിയമം തന്നെയാണ്. ഫസിയാമു സലാസത്തി അയ്യാം ദാലിക കഫാറത്തു അയ്മാനികും ഇദാ ഹലഫ്തും, നിങ്ങളിങ്ങനെ വെറുതെ സത്യം ചെയ്തു കഴിഞ്ഞാൽ ആ സത്യത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറുമ്പോഴുള്ള ശപഥലംഘനത്തിനുള്ള നിയമമാണ് ഈ പറയുന്നത്. വഹ്ഫളൂ അയ്മാനക്കും, അതുകൊണ്ട് നിങ്ങളുടെ സത്യങ്ങളുടെ കാര്യത്തിൽ ഇസ്ലാമിന്റെ നിയമങ്ങളെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണേ. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി, ഇപ്രകാരം അല്ലാഹു അവന്റെ ആയത്തുകൾ നിങ്ങൾക്ക് വിവരിച്ച് തരികയാണ്. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാൻ വേണ്ടി അല്ലാഹു പഠിപ്പിച്ചു തരുന്ന നിയമമാണ്. അപ്പോൾ ഇതാണ് ഈലാ സംബന്ധമായ കാര്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു മസ്അല ഉണ്ട്. ഇത് ചർച്ച ചെയ്തപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, ഈലാഇന്റെ മസ്അല പറഞ്ഞിടത്ത് 4 മാസം എന്നാണല്ലോ പറഞ്ഞത്. 4 മാസം വരെ അങ്ങനെ ഒരു വകുപ്പ് കാത്തിരുന്നോളാം. 4 മാസം കഴിഞ്ഞാൽ പിന്നെ ഒരു പിൻവലിച്ചോളണം, അല്ലെങ്കിൽ ഒരു തലാക്ക് ചൊല്ലി പിരിച്ചയച്ചോളണം, അതിലപ്പുറം പോകാൻ പാടില്ല എന്ന് പറഞ്ഞ നിയമത്തില്ലെന്ന് പണ്ഡിതന്മാർ ഒരു ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അതെന്താ? ഒരു പുരുഷനിൽ നിന്ന് ഒരു ഭാര്യക്ക് സഹിക്കാവുന്ന കാലഘട്ടം 4 മാസം വരെയാണ് എന്നൊരു നിയമം. 4 മാസം വരെയാണെന്നൊരു നിയമം. പ്രവാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, കുടുംബമില്ലാതെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുമ്പോൾ സന്തോഷിക്കാനും വകുപ്പുണ്ട്, സങ്കടപ്പെടാനും വകുപ്പുണ്ട്. സന്തോഷിക്കാനും വകുപ്പുണ്ട്, സങ്കടപ്പെടാനും വകുപ്പുണ്ട്. സന്തോഷിക്കാനുള്ള വകുപ്പ് എന്താണ്? ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ചാണ് ആൾക്കാർ കഴിച്ച് എന്തെങ്കിലും 4 മാസം കൂടുമ്പോൾ ഇങ്ങനെ നാട്ടിൽ പോണ്. അങ്ങനെ പോകണം, എനിക്ക് എൻ്റെ പെണ്ണിനോട് കടമുണ്ട്, സാമ്പത്തിക ശേഷിയുണ്ടോ, അവനങ്ങനെ പോവാം. അപ്പോൾ സന്തോഷത്തിൻ്റെ വകുപ്പായി. 4 മാസം പോയിട്ട് കൊല്ലം കഴിഞ്ഞാൽ തന്നെ പോകാനുള്ള വകുപ്പില്ലാത്ത പ്രവാസികളുണ്ടാവും. അവരിപ്പോൾ എന്താ ചെയ്യുക? പടച്ചോനെ എനിക്കതിനൊന്നും പറ്റുന്നില്ലല്ലോ, സങ്കടം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഓരോരുത്തരുടെ കഴിവിൻ്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തൻ്റെ ഇണയുമായിട്ടുള്ള തൻ്റേതായ കടമ ഇത് പറയുന്ന സന്ദർഭത്തിൽ പണ്ഡിതന്മാർ കൃത്യമായി പറയണം. തക്കതായ കാരണം കൂടാതെ അധികകാലം ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയുമായി പിരിഞ്ഞിരിക്കാൻ പാടില്ല. കവിഞ്ഞ പക്ഷം സാധാരണ നിലയിൽ ഭർത്താവിൻ്റെ സാമീപ്യം കൂടാതെ ഒരു സ്ത്രീക്ക് അങ്ങനെ ക്ഷമിച്ചിരിക്കാൻ സാധ്യമാകുന്ന കാലം 4 മാസമാണ് എന്നാണ് ഇതിൽ നിന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. 4 മുതൽ 6 മാസം വരെ എന്ന് പറഞ്ഞവരുമുണ്ട്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ മഹാനവറുകൾ ഒരിക്കൽ രാത്രികളിൽ തൻ്റെ പ്രജകളുടെ ക്ഷേമങ്ങളും അവരുടെ പ്രയാസങ്ങളുമൊക്കെ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ ഊരിലൂടെ പ്രദേശത്തുകൂടെ ഇങ്ങനെ നടക്കാറ് പതിവുണ്ട്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പരലോക ഭയമുള്ള നീതിമാനായ ഭരണാധികാരി. തൻ്റെ ഭരണപ്രദേശത്ത് ഏതെങ്കിലും ഒരു ജീവി പട്ടിണി കിടന്ന് ജീവൻ പോയിട്ടുണ്ടെങ്കിൽ അതിന് പരലോകത്ത് ഞാൻ കണക്ക് പറയേണ്ടി വരുമെന്ന് ഭയപ്പെട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്ന മഹാനായ വ്യക്തിത്വമായിരുന്നു ഉമർ ഖത്താബ് റളിയല്ലാഹു തആല. അദ്ദേഹത്തിനൊരു പതിവുണ്ടായിരുന്നു. രാത്രിയിൽ അദ്ദേഹം ഇങ്ങനെ ചുറ്റിക്കറങ്ങും, ഗ്രാമങ്ങളിലൂടെ ഊടുവഴികളിലൂടെ അവിടുന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങുമ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി നിവേദനം ചെയ്ത ഒരു സംഭവത്തിൽ നമുക്ക് കാണാം. ഒരു കുടിലിൽ നിന്ന്, ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയുടെ ഗാനം, ഈരടികൾ ഇങ്ങനെ കേൾക്കുകയാണ്. തതാവല ഹാദൽ ലൈലു വസ്വദ്ദ ജാനിബു വഅർഖനി ദലാ ഖലീലാ ഉലാഇബു وأقسم لولا الله لا شيء غيره لحريك من هذا السرير جوانب أراقب ربي والحياء يكفني وأكرم زوجيا ترى ما مراكب. എന്താണ് ആ പെണ്ണ് പറയുന്നത്? ആ പെണ്ണ് പറയുന്നത് പാതിരാക്ക പെണ്ണിങ്ങനെ പറയുന്നത് എന്താ? അവൾ പറയാണ്, ഈ രാത്രി എത്ര വൈകി, എത്ര ഇരുട്ടായ രാത്രിയാണ്. എൻ്റെ കൂടെ ശയിക്കാൻ എനിക്കൊരു കൂട്ടുകാരൻ ഇല്ലാത്തത് എൻ്റെ ഉറക്കം കെടുത്തിയല്ലോ. ആ പെണ്ണ് പറയാണ്, പക്ഷേ എനിക്ക് തെറ്റ് ചെയ്യാൻ നിവൃത്തിയില്ല, ഞാൻ തെറ്റ് ചെയ്യില്ല, ഞാൻ സത്യം ചെയ്തു പറയുന്നു, അള്ളാഹുവിനെ പേടിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ കിടക്കുന്ന കട്ടിലിൽ മറ്റൊരുത്തനെ ഞാൻ കൂട്ടിന് കിടത്തുമായിരുന്നു.
പക്ഷേ എനിക്കത് പാടില്ലല്ലോ. എൻ്റെ റബ്ബിനോടുള്ള എൻ്റെ പേടി, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ കൈകെട്ടി ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്ന ഏറ്റവും വലിയ എൻ്റെ ഭയം, അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിനോടുള്ള എൻ്റെ കടമയും എൻ്റെ ലജ്ജയും എന്നെ തടയുകയാണ്. നീചമായ ഒരു പ്രവൃത്തിയും ചെയ്യാതെ ഞാനിത് എത്ര കാലമായി ക്ഷമിക്കുന്നു. റബ്ബേ, നിന്നെ പേടിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ ഈ സ്ഥാനത്ത് എൻ്റെ കട്ടിലിൽ ഒരു പുരുഷനെ ഞാൻ ക്ഷണിച്ച് കിടത്തുമായിരുന്നു. ഇതാണ് ഈ പെണ്ണ് പാടുന്നത്. മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ പെണ്ണിൻ്റെ ഹിസ്റ്ററി അന്വേഷിച്ച് നോക്കുമ്പോൾ പട്ടാളത്തേക്ക് പോയി 8 മാസത്തിലേറെ ഭാര്യയുമായിട്ട് പിരിഞ്ഞു നിൽക്കുന്ന ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യയാണത് എന്നാണ് മനസ്സിലായത്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഓർഡർ പുറപ്പെടുവിച്ചു. തൻ്റെ പട്ടാളക്കാരിൽ ഒരുത്തനും ഇനി 4 മാസത്തിലപ്പുറം പട്ടാളത്തിൽ നിൽക്കരുത്. 4 മാസം ആയിക്കൊള്ളുങ്ങിയാൽ വീട്ടിലേക്ക് മടങ്ങണം, എന്നിട്ട് പോയി തിരിച്ചു വന്നാൽ മതി, ലീവ് എടുത്ത് പോകണം എന്ന് പറഞ്ഞു ഉമർ ഖത്താബ് റളിയല്ലാഹു തആല. മോളോട് അഭിപ്രായം ചോദിച്ചു. മോളെ, ഹഫ്സാ ബീവിനോട് ചോദിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. മോളെ, ഒരു ഭർത്താവില്ലാതെ ഒരു ഭാര്യയ്ക്ക് ക്ഷമിച്ചിരിക്കാവുന്ന കാലപരിധി എത്രയാണ്? മകൾ പറഞ്ഞു എന്നാണ്, വാപ്പ 4 മാസം മുതൽ 6 മാസം വരെ സ്വാഭാവികമായിട്ടൊരു പെണ്ണ് ക്ഷമിക്കും, അതിലപ്പുറം പ്രയാസാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിയമം പാസാക്കി. തൻ്റെ പട്ടാളക്കാരിൽ ഇനി ഒരാളും 6 മാസത്തിൽ കാലം അപ്പുറം 4 മാസത്തിൽ കാലം അപ്പുറം ഭാര്യയുമായി പിരിഞ്ഞു നിൽക്കരുത്. അതിന് നിമിത്തമായത് ഈ പെൺകൊടിയുടെ ആ വിരഹ ദുഃഖം, തൻ്റെ ഭർത്താവിനെ പിരിഞ്ഞുകൊണ്ടുള്ള രാത്രിയുടെ ഏകാന്തത. ആ സ്ത്രീ ഇങ്ങനെ പറയുകയാണ്, ആ പടച്ച റബ്ബിനെ പേടിയില്ലായിരുന്നുവെങ്കിൽ ഞാനും തെറ്റിലേക്ക് പോകുമായിരുന്നു എന്നുള്ള വിലാപം. ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഈ വിഷയത്തിൽ നിയമം പാസാക്കി എന്നാണ് ചരിത്രം നമുക്ക് രേഖപ്പെടുത്തി തരുന്നത്. ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇത് വൈവിധ്യമാർന്ന വ്യത്യസ്തങ്ങളായ വാചകങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം അതുമായി ബന്ധപ്പെട്ട അതിൽ ആ ചരിത്രത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആ പെണ്ണിൻ്റെ തഖ്വ. കണ്ടോ, ആ പെണ്ണ് പറഞ്ഞ വാചകം എന്താണ്? എൻ്റെ റബ്ബിനോടുള്ള എൻ്റെ പേടി, റഹ്മാനായ റബ്ബ് കാണും എന്നതുള്ളവരല്ലാതെ ആര് കാണുന്നതും എനിക്ക് പേടിയില്ല. എൻ്റെ റബ്ബിനെ കുറിച്ചുള്ള എൻ്റെ പേടിയും എൻ്റെ ലജ്ജയും എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടുള്ള എൻ്റെ കടമയും ഞാൻ ചിന്തിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ തെറ്റ് ചെയ്യുമായിരുന്നു എന്നാണ്. അതാണ് മുൻഗാമികളായ ആളുകൾ അവരുടെ പടച്ചവനെ പേടി, അവരുടെ തഖ്വ, അവരുടെ മാനസികമായ ഈമാനികമായ കരുത്ത് എന്ന് നമ്മൾ കൂട്ടത്തിൽ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി സഹോദരന്മാരെ, മറ്റൊരു രീതി ഉണ്ടായിരുന്നു ജാഹിലിയ്യ കാലഘട്ടത്തിൽ. അതിൻ്റെ പേര് ലിഹാർ എന്നായിരുന്നു. ലിഹാർ എന്താണ്? ലിഹാർ എന്ന് പറഞ്ഞാൽ ജാഹിലിയ്യ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു വിവാഹമോചന രീതിയായിരുന്നു അത്. എന്താണ്? ഭർത്താവ് ഭാര്യയോട് ഇങ്ങനെയാണ് പറയും, എന്താ പറയാ? അൻതി അലയ്യ കലഹിരി ഉമ്മി, അൻതി പെണ്ണെ നീ, അലയ്യ എൻ്റെ മേൽ ഇന്ന് മുതൽ കലഹിരി ഉമ്മി, എൻ്റെ ഉമ്മയുടെ മുതുക് പോലെയാണ്. എന്താ ഇതിനർത്ഥം? സ്വന്തം ഉമ്മയെ ശാരീരികമായി ലൈംഗിക ബന്ധത്തിന് ആരെങ്കിലും അടുക്കൂല. നീ എനിക്ക് ഇന്നു മുതൽ എൻ്റെ ഉമ്മാനെ പോലെയാണ് എന്നാണ് പറയാം. അല്ലെങ്കിൽ എൻ്റെ പെങ്ങളെ പോലെയാണ്, അല്ലെങ്കിൽ എൻ്റെ ഉമ്മാനെ പോലെയാണ് എന്നങ്ങോട്ട് പറഞ്ഞിട്ട് അവളെ അങ്ങോട്ട് മാറ്റി നിർത്തുന്ന രീതി ഉണ്ടായിരുന്നു. ഇത് പാടില്ല എന്ന് ഇസ്ലാം പറയും. ഇത് നിഷിദ്ധമാണെന്ന് പറയാണ്. സൂറത്തുൽ മുജാദല 2-ാമത്തെ ആയത്തിൽ, സൂറത്തുൽ മുജാദല ഖദ് സമിഅല്ലാഹു എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അവിടേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. അല്ലദീന യുളാഹിറൂന മിൻകും മിൻ നിസാഇഹിം മാ ഹുന്ന ഉമ്മഹാതിഹിം ഇൻ ഉമ്മഹാതുഹും ഇല്ലല്ലാഹി വലദ്നഹും وإنهم ليقولون منكرا من القول وزورا وإن الله لعفو غفور. എന്താ അവിടെ പറയുന്നത്? അല്ലദീന യുളാഹിറൂന മിൻകും മിൻ നിസാഇഹിം, നിങ്ങളുടെ കൂട്ടത്തിൽ തങ്ങളുടെ സ്വന്തം സ്ത്രീകളോ ലിഹാർ പ്രഖ്യാപിക്കുന്നവർ, ഉമ്മാനെ പോലെയാണെന്ന് പറയുന്ന ആളുകൾ, അവരോട് അല്ലാഹു പറയാണ് മാഹുന്ന ഉമ്മഹാതിഹിം, അവർ നിങ്ങളെ ഉമ്മയാവൂല. നിങ്ങളങ്ങനെ തൊള്ളേണ്ടോന്ന് പറഞ്ഞവർ നിങ്ങളെ ഉമ്മ ഉണ്ടാവില്ല, അങ്ങനെ പറയാൻ പാടില്ല. അവർ നിങ്ങളെ ഉമ്മ ആവില്ല ഒരിക്കലും. പിന്നെ നിങ്ങളെ ഉമ്മ എന്ന് പറഞ്ഞ ആരാ? ഇൻ ഉമ്മഹാതുഹും ഇല്ലല്ലാഹി വലദ്നഹും, പെറ്റ തള്ളക്ക ഉമ്മ എന്ന് പറയാ. അവരെ പ്രസവിച്ചവരാരോ അതാ ഉമ്മ. അല്ലാതെ ഭാര്യനോട് നോക്കിയിട്ട് നാളെ മുതൽക്ക് ഇന്ന് മുതൽക്ക് എൻ്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞാൽ ആണ് ഉമ്മയാവല. തോന്നിയാസം പറയാ, അത് പാടില്ല.
വഇന്നഹും ലയഖൂലൂന മുൻകറം മിനൽ ഖൗലി വസൂറാ. അള്ളാഹ് വിശേഷിപ്പിക്കുകയാണ് ആ പ്രവൃത്തിയെ. എന്താ പറയുന്നത്? അങ്ങനെ പറയുന്നവർ നിശ്ചയമായും അവർ നീചമായ വാക്കാ പറയുന്നത്, കള്ളവാർത്തയാണ് അവർ പറയുന്നത്, കള്ളത്തരമാണ് അവർ പറയുന്നത്, പാടില്ലത്. അങ്ങനെ വല്ലതൊക്കെ പണ്ട് സംഭവിച്ചെങ്കിൽ അത് അള്ളാഹ് പൊറുക്കും. പക്ഷെ പാടില്ല, തുടരാൻ പാടില്ല, അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹ് ഏറെ വിട്ടുവീഴ്ച ചെയ്യുന്നവനും പൊറുക്കുന്നവനുമാണ് എന്നാണ്. ഇതിന്റെ സംഭവമാണ് ഖദ് സമിഅല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകീ ഇലല്ലാഹി വല്ലാഹു യസ്മഉ തഹാവുറകുമാ ഇന്നല്ലാഹ സമീഉം ബസീർ. ആ സംഭവത്തിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. അതെന്താ? ചരിത്ര ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ സ്ഥിരപ്പെട്ട ഒരു സംഭവമുണ്ട്. അതെന്താ? ഔസ് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ തൻ്റെ ഭാര്യയായ ഹൗലയോട്, ഹൗല ബീവി, ഹൗല ബിൻത് സഅലബ എന്ന് പറയുന്ന സഹാബാ വനിത, ഹൗല എന്നു പേരുള്ള സഹാബാ വനിത, അവരെ സംബന്ധിച്ച് ഭർത്താവായ ഔസ് ഒരിക്കൽ ഈ വാചകം പറഞ്ഞു: എന്താ എനിക്ക് നാളെ ഇന്ന് മുതൽ എൻ്റെ ഉമ്മയാണ്, കഴിഞ്ഞില്ലേ, പിന്നെ ഇനി എന്താ കാര്യം? അങ്ങനെ പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ കംപ്ലൈൻ്റ് എത്തുകയാണ്. കംപ്ലൈൻ്റ് എത്തി. ഇയാൾക്ക് പിന്നെ കുറ്റബോധം തോന്നി. കുറ്റബോധം തോന്നിയിട്ട് പിന്നെ ഇവർ ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ പെണ്ണ് പറഞ്ഞു: ഇനി പറ്റൂല, അള്ളാൻ്റെ റസൂലിൻ്റെ അടുക്കൽ പോകണം. നിങ്ങളിങ്ങനെ പറഞ്ഞാൽ പിന്നെ നടക്കുമോ? അപ്പോൾ അള്ളാൻ്റെ റസൂലിൻ്റെ അടുക്കൽ പോകണം, ഇനി മസ്അല ചോദിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ, അവിടെ അള്ളാൻ്റെ റസൂലിൻ്റെ അടുക്കൽ വന്ന് തർക്കിക്കുകയാണ് ഈ സ്ത്രീ. ഈ ഖൗല ബീവി റളിയല്ലാഹു തആല അൻഹ വഹിയല്ലത്തി ജാദലത് ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ നിന്ന് തൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ തർക്കിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു പോയതാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എന്തെങ്കിലും നിയമം പറയും എന്ന് വന്ന് തർക്കിക്കുകയാണ്. വസ്തഖത്ത് ഇലല്ലാഹ്, അള്ളാഹുവിനോട് ആ സ്ത്രീ അവിടെ വെച്ച് പരാതി പറയാണ്. ഇരുന്നോക്കൂ, വസമിഅല്ലാഹു ശക്വാഹാ, ആ പെണ്ണിന്റെ പരാതി, ആ വനിതയുടെ പരാതി അല്ലാഹ് കേൾക്കുന്നു, അല്ലാഹ് കേട്ടു. മിൻ ഫൗഖി സബ്ഇ സമാവാത്ത്, 7 ആകാശങ്ങൾക്കും മുകളിൽ നിന്ന് റബ്ബ് കേൾക്കുന്നു. എന്താ പരാതി എന്നറിയോ? അവർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയണ: യാ റസൂലല്ലാഹ്, എൻ്റെ ഭർത്താവ് ഔസ് എന്നെ കല്യാണം കഴിച്ചു. അന്ന് ഞാൻ നല്ല ചെറുപ്പക്കാരത്തിയായിരുന്നു. ഔസ് എന്നെ കല്യാണം കഴിക്കുന്ന കാലത്ത് ഞാൻ നല്ല സുന്ദരിയാണ്. പക്ഷേ പിന്നീട് എൻ്റെ പ്രായമൊക്കെ കുറേ ആയി, കുട്ടികളൊക്കെ പ്രസവിച്ചില്ലേ, ഞാൻ ശാരീരികമായിട്ടൊക്കെ കുറേ കുഴഞ്ഞുപോയി. ഇപ്പം മൂപ്പര് പറയണ് ഉമ്മാനെ പോലെയാണ് ഞാനെന്നാ പറയണത്. ഇപ്പം എന്നെക്കുറിച്ച് അങ്ങനെ പറയണത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കൽ പോയിട്ട് പരാതി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: മാ ഇൻദീ ഫീ അംരികി ശൈഉ, നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എൻ്റെ അടുക്കലില്ല. എന്താ പറയേണ്ടത് എനിക്കറിയില്ല. അള്ളാഹിൻ്റെ റസൂലിന് വഴി കിട്ടിയാലല്ലേ വിധി പറയാൻ പറ്റുക. അപ്പോൾ അവരവിടെ വെച്ച് പറയണ: അല്ലാഹുമ്മ ഇന്നി അഷ്കൂ ഇലൈക്, അല്ലാഹ് ഞാൻ നിന്നോട് പരാതി പറയും, എൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം. അള്ളാഹിനോട് അവിടെ വെച്ച് പരാതി പറയും. മാത്രല്ല അവർ പറയാണ്, റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്: ഇന്നലി സബിയ സിഗാറൻ, എനിക്ക് കുഞ്ഞു കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, അവരെ ഞാൻ അയാൾക്ക് വിട്ടുകൊടുത്താൽ ആ കുട്ടികളെ കാര്യം പോക്ക നഷ്ടപ്പെടും. ഇനി ഞാൻ നോക്കാൻ വിചാരിച്ചാലോ ജാഴു, അവർക്ക് വിശക്കും ചെയ്യും, എൻ്റെ അടുത്ത് കൊടുക്കാനൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ ഒന്നിച്ചു പോയാലല്ലാതെ നടക്കൂല നബിയെ. അപ്പോഴാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്, നിയമം ഇറങ്ങുകയാണ്. ഖദ് സമിഅല്ലാഹ്, തീർച്ചയായും അല്ലാഹ് കേട്ടിരിക്കുന്നു. ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ, തൻ്റെ ഭർത്താവിൻ്റെ കാര്യത്തിൽ നിന്നോട് തർക്കിക്കാൻ വന്ന ആ മഹദിയുടെ വാക്ക് അല്ലാഹ് കേട്ടിരിക്കുന്നു. വതസ്തകീ ഇലല്ലാഹ്, ആ പെണ്ണ് അള്ളാഹിനോട് കംപ്ലൈന്റ് പറഞ്ഞത് അല്ലാഹ് കേട്ടിരിക്കുന്നു. വല്ലാഹു യസ്മഉ തഹാവുറകുമാ, നിങ്ങൾ ഇരുവരുടെയും സംഭാഷണവും അല്ലാഹ് കേൾക്കുന്നുണ്ടായിരുന്നു. നബിയുടെയും ആ ഹൗല ബീവിയുടെയും സംഭാഷണവും അല്ലാഹ് കേൾക്കുന്നുണ്ടായിരുന്നു. ഇന്നല്ലാഹ സമീഉൻ ബസീർ, നിശ്ചയം അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം കണ്ടറിയുന്നവനുമാകുന്നു. ഈ സംഭവം ഈ ആയത്തിറങ്ങിയപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്:
പ്രതികരിക്കുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ വസിഅ സമഉൽ അസ്വാത ലഖദ് ജാഅത് ഖൗലാ ബിൻതു സഅലബ് തഷ്കൂ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അന ഫീ നാഹിയത്തിൽ ബൈതി യഖ്ഫാ അലയ്യ ബഅദു കലാമിഹാ. അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. എങ്ങനത്തെ അള്ളയാണ്? വസിയ സംഹു, അള്ളാഹിൻ്റെ കേൾവി എത്ര വിശാലമാണ്. വസിയ സംഹുൽ അസ്വാത്ത്, എല്ലാ ശബ്ദങ്ങളും കേൾക്കാൻ കഴിവുള്ളവനാണ് അള്ളാഹു. എന്നിട്ട് എന്താ പറയുന്നത്? കാരണം പറയണറിയോ? ഈ ഹൗലാ ബീവി വന്നിട്ട് അള്ളാഹിൻ്റെ റസൂലിനോട് തർക്കിക്കുകയും ആവലാതിപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വീട്ടിൻ്റെ ഒരു ഭാഗത്ത് അവിടെ തന്നെ ഉണ്ട്, പക്ഷെ എന്നിട്ടും അവരുടെ ചില വാക്ക് എനിക്ക് പോലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്ന്. ഹൗല ബീവി റസൂലുള്ളാഹിനോട് പരാതി പറയുന്ന പരാതികൾ മുഴുവൻ എനിക്കെന്നെ ക്ലിയറായി കേൾക്കാനുണ്ടായിരുന്നില്ല, ഞാൻ അവിടെ തന്നെ ഉണ്ടായിട്ട്. എന്നിട്ടല്ലേ ഏഴാകാശങ്ങൾക്കും മുകളിലെന്ന് റഹ്മാനായ റബ്ബ് ഈ ഹൗല ബീവിയുടെ ഈ ശബ്ദവും ഈ കാര്യവും കേട്ടിട്ട് ആയത്തിറക്കിയല്ലോ, അൽഹംദുലില്ലാഹില്ലദീ വസിഅ സമഉൽ അസ്വാത്ത്, എല്ലാ ശബ്ദങ്ങളെയും എല്ലാം കേൾക്കാൻ കഴിവുള്ള അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ആയിഷമ്മ ബീവിയെ പറയണം, നോക്കുന്നത് അതിലൊരു തൗഹീദിൻ്റെ ഒരു പാഠമുണ്ട്. അള്ളാഹു സമീആണെന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവനാണ്. മനുഷ്യന്റെ കേൾവിക്ക് പരിധിയുണ്ട്. നബിതങ്ങളും ഹൗലാ ബീവിയും സംസാരിക്കുമ്പോൾ ആയിഷമ്മ ബീവി റൂമിൽ ഒരു ഭാഗത്ത് തൊട്ടപ്പുറത്തുണ്ട്. പക്ഷേ എന്താ പറയുന്നത് എന്ന് റൂമിൽ ജീവിച്ചിരിക്കുന്ന തൊട്ടപ്പുറത്തുള്ള ആയിഷമ്മ ബീവിക്ക് വരെ കേൾക്കാൻ സാധിച്ചില്ല. എന്നാൽ അള്ളാന്റെ കേൾവിയോ ഏഴാകാശങ്ങൾക്കും മുകളിൽ നിന്ന് റഹ്മാനായ റബ്ബ് ഹൗല ബീവിയുടെ പരാതി കേട്ട് പരിഹാരം ഇറക്കിയിരിക്കുന്നു. അള്ളാഹുവിനാണ് സർവസ്തുതിയും, അവനെല്ലാം കേൾക്കുന്നവനല്ലയോ? മനസ്സിലാക്കണം. നമ്മളെ നാട്ടിൽ സമൂഹം വിശ്വസിക്കുന്നതോ ഔലിയാക്കന്മാർക്ക് ബീവിമാർക്ക് നമ്മൾ ഇവിടുന്നാണ് വിളിച്ചാൽ അവരാണ് കേൾക്കും, മരിച്ചാൽ തന്നെ കേൾക്കും. പിന്നെ ജീവിച്ചിരിക്കണ കാര്യം പറയും വേണ്ട, മരിച്ചാൽ പിന്നെ എല്ലാം കേൾക്കും. ഡബിൾ സ്ട്രോങ് ആകുകയാണ് അവരുടെ കഴിവുകൾ. മൻബത്തെ ബീവിയേ എന്നാണ് വിളിച്ചാണ് കേൾക്കുകയാണ്. നഫീസത്തെ ബീവിനെ വിളിച്ചാൽ നഫീസത്തെ ബീവി കേൾക്കും. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ ഹൃദയത്തിലുള്ളതൊക്കെ കാണും. നമ്മൾ എവിടുന്ന് വിളിച്ചാലും മഹാത്മാക്കൾ കാണും, നമ്മളെ കേൾക്കും, നമ്മുടെ മനസ്സറിയും, ഉത്തരം ചെയ്യും എന്നൊക്കെ വിശ്വസിക്കുകയാണ്. ഇവിടെ ലോകത്ത് ബീവിയായ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ സ്വന്തം അനുഭവമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അള്ളാഹിന്റെ റസൂലും ഹൗല ബീവിയും ഈ പരാതി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് റൂമിന്റെ ഒരു ഭാഗത്ത് ഞാൻ ഉണ്ടായിട്ട് പോലും അവർക്കിടയിൽ നടന്ന ആവലാദികളും ചർച്ചകളും സംഭാഷണങ്ങളും മുഴുവൻ മനസ്സിലാക്കാൻ എനിക്ക് സാധ്യമായില്ല എന്നാണ് ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ ഇവിടെ പറയുന്നത്. അത് അല്ലാഹു കേൾക്കുകയും ചെയ്തു. അതാണ് അള്ളാഹുവിന്റെ കേൾവി. കുറ്റമറ്റ കേൾവിയാണ്. എവിടെ നിന്ന് വിളിച്ചാലും, പതുക്കെയായാലും ഉറക്കെയായാലും അടുക്കനെന്നായാലും ദൂരനെന്നായാലും ഏത് സമയത്തായിരുന്നാലും എങ്ങനെയായിരുന്നാലും എല്ലാം കേൾക്കാൻ മാത്രം അള്ളാഹുവിൻ്റെ സംഅ്, അള്ളാഹുവിൻ്റെ കേൾവി വിശാലമാണ്. ആ ഒരു ശക്തി, ആ ഒരു പ്രത്യേകത ഏതെങ്കിലും ഒരു ശക്തിക്കുണ്ടെന്ന് നമ്മൾ വകവെച്ചു കൊടുത്താൽ അത് റബ്ബിൽ പങ്കുചേർക്കലാകും. മനസ്സിലാക്കണം. അതും കൂടി സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ശരി, അപ്പൊ അവരുടെ വിഷയത്തിൽ ആയത്തിറക്കിയതെന്താ? അങ്ങനെ ഇനി ചെയ്തില്ലേ, അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് ഇനി അതിൽ നിന്ന് ഒഴിവാകണം. ആ ലിഹാറിൽ നിന്ന് ഒഴിവാകാനുള്ള പ്രായശ്ചിത്തം പറഞ്ഞു കൊടുത്തു. അതെന്താണ്? വല്ലദീന യുളാഹിറൂന മിൻ നിസാഇഹിം, തങ്ങളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ ഇങ്ങനെ ദിഹാർ പ്രഖ്യാപിച്ചവർ, സുമ്മയഊദൂന, പിന്നെ അതിൽ നിന്ന് മടങ്ങുകയും ചെയ്തവർ, അവർക്കുമുണ്ട് പ്രായശ്ചിത്തം, അവരും കൊടുക്കണം. ലിമാ ഖാലു, അവരെ പറഞ്ഞതിൽ നിന്ന് മടങ്ങുമ്പോ ഫതഹരീറു റഖബത്തിൻ മിൻ ഖബ്ലി അൻ യതമാസ്സാ, സ്പർശനം ശാരീരികമായി തൊടുന്നതിന്റെ മുമ്പ് തന്നെ ഒരടിമയെ മോചിപ്പിച്ചോളണം. ദാലികും തുഅദൂന ബിഹി, ഇപ്രകാരം കൊണ്ട് നിങ്ങൾ ഉപദേശിക്കപ്പെടുകയാണ്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യത്തെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെ. അതിന് സാധ്യമല്ലെങ്കിലോ കുറച്ചും കൂടെ ഗൗരവത്തിൽ പറയാണ്, ഫമല്ലം യജിദ്, അതിന് സാധ്യമാകാത്ത പക്ഷം ഫസിയാമു ശഹ്റൈനി മുതതാബിഈനി, തുടർച്ചയായ 2 മാസം നോമ്പെടുക്കണം. മിൻ ഖബ്ലി അൻ യതമാസ്സാ, അവർ രണ്ടാളും ശാരീരികമായ ബന്ധത്തിൽ ആരംഭിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ, അതിന് മുന്നോടിയായിട്ട് 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം. അവിടെ ഇങ്ങനെ ഈ തോന്നിയാസം ചെയ്യാൻ പോണ്ടാണ്. വളരെ ഗൗരവത്തോടെ പറയാം. മിൻ ഖബ്ലി അൻ യതമാസ്സാ ഫമല്ലം യസ്തതി, അതിനും സാധ്യമാകാത്ത പക്ഷം ഫയിത്ആമു 60 മിസ്കീന, 60 അഗതികൾക്ക് ഭക്ഷണം കൊടുക്കുകയും വേണം. അതിന് കഴിയില്ലെങ്കിൽ 60 അഗതികൾക്ക് ഭക്ഷണം കൊടുക്കും.
ദാലിക ലിതുഅ്മിനൂ ബില്ലാഹി വറസൂലിഹി, ഇതൊക്കെ നിങ്ങൾ അല്ലാഹുവിലും അവന്റെ റസൂലിലും അടിയുറച്ച് യഥാർത്ഥമായ നിലക്ക് വിശ്വസിക്കാനുള്ള കാര്യങ്ങളാണ്, നിയമങ്ങളാണ്. വതിൽക ഹുദൂദുല്ലാഹ്, അതത്രയും അല്ലാഹു നിശ്ചയിച്ച അതിർത്തികളും പരിധികളുമാണ്. വലിൽ കാഫിരീന അദാബുൻ അലീം, നിഷേധികളായ ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. അല്ലാഹു തആല ഈ വിഷയത്തിൽ നിയമം അങ്ങോട്ട് പറയുകയാണ്. അപ്പം ഈ സഹോദരിയോട് ഈ നിയമങ്ങളൊക്കെ അള്ളാൻ്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി അയാളൊരു അടിമയെ മോചിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സഹോദരി ഹൗലാ ബീവി പറഞ്ഞു, അയാളടുത്ത് അതിനൊന്നും വകുപ്പില്ല നബിയെ. എന്നാൽ പിന്നെ അയാൾ 2 മാസം തുടർച്ചയായിട്ട് നോമ്പെടുത്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഹൗലാ ബീവി പറയണേ, യാ റസൂലല്ലാഹി ഇന്നഹു ശൈഖുൻ കബീർ, കിളവനാ നബിയെ, 2 മാസം പോയിട്ട് ഒരു നോമ്പെടുക്കാനുള്ള ആഫിയത്തൊന്നുമില്ല, അവൻ പറ്റൂല. എന്നാൽ പിന്നെ 60 ആൾക്ക് ഭക്ഷണം കൊടുക്കട്ടെ. അപ്പോൾ ഹൗലാ ബീവി പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നബിയെ കൊടുക്കുക, സദഖ ചെയ്യാനും ഒന്നുമില്ല. അപ്പോൾ അള്ളാൻ്റെ റസൂല് പറഞ്ഞ്, എന്നാൽ പിന്നെ ഒരു കൂട പിന്നെ കാരക്ക ഞാൻ തരാം. അപ്പോൾ ബീവി പറയണ്, ഒരു കൂടെ ഞാനും കൊടുത്തോളാം, എന്നിട്ട് 2 കൂടി കൂട്ടിയിട്ടാണ്ട് 60 ആൾക്കാണ് വീരിച്ച് കൊടുത്തേക്ക്. അള്ളാൻ്റെ റസൂല് പറയണേ, എന്നിട്ട് വെറുതെ പോയിക്കോ, മടങ്ങിക്കോ, നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചോളൂ. അപ്പോൾ കണ്ടോ, വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട, ഇങ്ങനെ നിയമങ്ങൾ പറയുമ്പോൾ സൂക്ഷിച്ചോളണം, ഗൗരവമാണ് എന്നൊക്കെ പറയും. വെറുതെ അങ്ങനെ പറയണ്ട. ഇനി എനിക്ക് അങ്ങനെ ഉണ്ട്, നമ്മളെ മലയാളികൾക്കൊക്കെ ഉണ്ട് ഈ പരിപാടി കേട്ടോ, എല്ലാവർക്കും ഉണ്ട് ഈ പരിപാടി. ഇനി എനിക്ക് എൻ്റെ ഉമ്മാനെ പോലെയാണ്, എൻ്റെ ഉമ്മ തന്നെയാണ് ചെയ്തൊക്കെയാണ് പറഞ്ഞാൽ അങ്ങനെ വെറുതെ ഒന്നും പോകില്ല അത്. അതുകൊണ്ട് സൂക്ഷിച്ചോളണം, പറഞ്ഞോളണം, ഹറാമായ പണി ചെയ്യാൻ പോണ്ട, വളരെ ഗൗരവമാണ്. ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ പഠിച്ചോളണം. അതുകൊണ്ടാണ് ഗുരുതരമാണ് കാര്യം, ഗൗരവതരമാണ് പ്രായശ്ചിത്തം. അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഇസ്ലാമിൻ്റെ മഹാത്മ്യം നമ്മൾ അവിടെയും മനസ്സിലാക്കുക. ഇൻഷാ അള്ളാഹ് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട വേറെ ചില വശങ്ങളും മറ്റു കാര്യങ്ങളും കൂടി നമുക്ക് വിശദീകരിക്കാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും നേരിൻ്റെ പാതയെ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കുവാനും തെറ്റിദ്ധാരണകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനും തെറ്റിദ്ധരിപ്പിക്കുന്നവർക്കെതിരെ പ്രമാണബദ്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുവാനുമുള്ള തൗഫീഖും അറിവും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അസഹനീയമായ പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا تقبل منا إنك أنت السميع العليم. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.